നൊമ്പരത്തിൽ നിന്ന് ധൈര്യപൂർവ്വം ഇറങ്ങി വന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയുള്ളവരില് വല്ലാത്തൊരു ശാന്തത ഉണ്ടാകും അല്ലെ? കാരണം അവർ കടന്നുപോയൊരു കാലഘട്ടം അത്രയ്ക്ക് ദുർഘടമായിരിക്കും. അതിൽ നിന്ന് ധൈര്യപൂർവ്വം ഇറങ്ങി വന്ന് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അങ്ങനെയുള്ളവരിൽ വല്ലാത്തൊരു ശാന്തത ഉറപ്പായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി അതും ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അവരുടെ ഓരോ വാക്കുകൾക്കും ഒരു വല്ലാത്ത അർത്ഥവ്യാപ്തി കൂടുതലുണ്ടാവും. കാരണം അവർ കടന്നുപോയ അനുഭവങ്ങൾ, അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ അർത്ഥം ഉൾക്കൊണ്ടിട്ടായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മരണത്തോളം വേദന തന്നവരെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഉറപ്പായിട്ട് മറക്കണം. അത് മറന്നിട്ട് ധൈര്യപൂർവ്വം നമ്മൾ ജീവിക്കണം എന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം എനിക്കൊരു കൂട്ടുകാരി ചേച്ചിയുണ്ട് കേട്ടോ. ഒരു 3-4 വർഷമായിട്ട് ഞങ്ങൾ നല്ല കൂട്ടുകാരികളാണ്. എന്റെ ചേച്ചിയാണ്. അങ്ങനെയാണ്. അപ്പം ചേച്ചിയുടെ അനുഭവങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് പറയാൻ കാരണം ഇന്നലെ ചേച്ചിയുടെ കുറച്ച് മെസ്സേജുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈ ചേച്ചി ഞാൻ ആദ്യം പരിചയപ്പെടുമ്പം ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ച് പരിചയപ്പെടുമ്പം ആദ്യം നമ്മളുടെ പ്രൊഡക്റ്റ് മേടിച്ച് അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധമാണ്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി. ആ രീതിയിൽ നമുക്ക് എന്താ പറയാ, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആളുകളോട് നമ്മൾ അട്രാക്ട് ആവും. അങ്ങനെയാണ്. അപ്പം ഈ ഒരു ചേച്ചിയുടെ സംസാരത്തിലും കാര്യങ്ങളിലും ഒക്കെ എനിക്ക് ചേച്ചിയിൽ ഒത്തിരി ഒരു നന്മ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ചേച്ചിയുടെ ഒരു ആറ്റിറ്റ്യൂഡും സംസാരവും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ. പിന്നെ സംസാരിച്ച് ഞങ്ങൾ നല്ല കൂട്ടായിട്ടോ. പിന്നെ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അപ്പൊ ഈ ചേച്ചി ഞാൻ ആദ്യം ആ ഒരു കാലഘട്ടത്തിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായിടത്തോളം ചേച്ചി ഒത്തിരി മാനസികമായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 3-4 വർഷങ്ങളായി കഴിഞ്ഞപ്പം ഇപ്പൊ ചേച്ചിയുടെ വാക്കുകൾക്കും കാര്യങ്ങൾക്കും മെസ്സേജുകൾക്കും ഒക്കെ എന്തൊരു പോസിറ്റിവിറ്റി, എന്തൊരു പ്രസരിപ്പ് കൂടുതലാണെന്നറിയോ. ജീവിതത്തെ ഒന്നുകൂടി എന്താ പറയാ, ഒന്നുകൂടി പോസിറ്റീവായിട്ട് കാണാനും ആ ഒരു രീതിയിൽ ഹാപ്പിയായിട്ട് കൂടുതൽ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരു രീതി എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ ചേച്ചിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയിൽ ഒരാളാണ് ഞാൻ. 2 കൂട്ടുകാരികളാണ് ചേച്ചിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ളത്. അതിലൊരാൾ ഞാനന്ന് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുന്നേക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നലെ ചേച്ചി കുറച്ച് മെസ്സേജുകൾ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പിന്നെ ചേച്ചിയുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓവറോൾ ഞാൻ പറയാം. അങ്ങനെ ആ കൂടെ നമുക്ക് കുറേ പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്യാനുണ്ട്. നമുക്ക് അയർലൻഡിൽ നിന്നൊരു വലിയ ഓർഡർ ഉണ്ട്. അപ്പൊ അത് പാക്ക് ചെയ്യണം. അത് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കണം. അല്ലാതെ പോസ്റ്റ് ഓഫീസിലേക്ക് 1-2 ഓർഡറുകളുണ്ട്. അപ്പൊ അതും പാക്ക് ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ DTDC കൊറിയറിൽ കൊടുക്കാൻ ഒത്തിരി ഓർഡറുകളുണ്ട്. അപ്പൊ അതെല്ലാം പാക്ക് ചെയ്യണം. ആ കൂടെ നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാം. ഇനി വേറെ ഒരു വിശേഷം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു കേട്ടോ എന്റെ ഫോണിലേക്ക്. ഏതോ ഒരു മനുഷ്യൻ, എനിക്ക് പേഴ്സണലി അറിയില്ല, പക്ഷെ നമ്മുടെ വീഡിയോസ് ഒക്കെ റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരൻ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടാണ് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത്, പുള്ളിക്കാരൻ ഒരു ഓഫീസിൽ ജോലി ചെയ്യുവാണ്. വൈഫുണ്ട്. വൈഫിന് ഒത്തിരി ഇഷ്ടമാണ്. വൈഫിന് തിരിച്ചും ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര വഴക്കാളിയാണ്. ഭയങ്കരമായിട്ട് ഓഫീസൊക്കെ വിട്ടു വന്നു കഴിയുമ്പോൾ അത്യാവശ്യം പുള്ളിക്കാരൻ സംസാരിക്കാൻ വേണ്ടും. അതിനുശേഷം പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി, അങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കും. അത്യാവശ്യം ഭാര്യയോട് മിണ്ടുവും സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഭാര്യയ്ക്ക് ഭയങ്കര കംപ്ലൈന്റ് ആണ്. ഒത്തിരി മിണ്ടുന്നില്ല, ഇഷ്ടമില്ല, അതുകൊണ്ടാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒത്തിരി പിണങ്ങുന്നു. അതാണ് വേറൊരു കംപ്ലൈന്റ്. വെറുതെ വഴക്കുണ്ടാക്കുന്നു, പിണങ്ങുന്നു, അങ്ങനെ ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ഭാര്യയുടെ ഈ ഒരു സ്വഭാവം കൂടി വരുന്നത് കൊണ്ട് പുള്ളിക്കാരനൊരു അഡ്വൈസ് വേണം. ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണിക്കണോ, അങ്ങനെയൊക്കെ. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൈക്കോളജി പരമായ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുന്നതുകൊണ്ട് പുള്ളിക്കാരന് അതിനൊരു അഡ്വൈസ് വേണം. അങ്ങനെ ഭാര്യയെ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണിക്കണോ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷൻ അറിയാവുന്ന ഏതെങ്കിലും ലേഡി സൈക്കോളജിസ്റ്റ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ പുള്ളിക്കാരൻ ഒരു ഹെൽപ്പ് ചോദിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേച്ചിയുടെ വീഡിയോ ഞാൻ റെഗുലർ ആയിട്ട് കാണുന്നതാണ്, ചേച്ചിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ചേച്ചിയുടെ ചാനൽ ഞാൻ എന്റെ വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം, അപ്പൊ ബ്യൂട്ടി പ്രൊഡക്റ്റ് മേടിക്കാനാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ പുള്ളിക്കാരി നമ്പർ ഞാൻ ഓൾറെഡി തരാം. അപ്പൊ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ പിന്നെ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ആവോ, ഫ്രണ്ട് ആവോ, എന്നിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ചോദിക്കാമോ, അങ്ങനെ ഫാമിലി കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാവോ, എന്നിട്ട് ചേച്ചിക്ക് പറ്റും പോലെയുള്ള ഉപദേശങ്ങൾ കൊടുക്കാവോ, അപ്പൊ ഒരു ഹെൽപ്പ് ആകും. അങ്ങനെ ഇതൊന്ന് മാറ്റിയെടുക്കാൻ, ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാമോ. ഇനി ചേച്ചിക്ക് അങ്ങനെ ഒരു ഫീസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ അഡ്വൈസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് അത് തരാൻ എനിക്ക് സമ്മതമാണ്. അപ്പം അത് പറഞ്ഞാൽ മതി, എത്ര ഫീസാണെങ്കിലും എനിക്ക് കുഴപ്പമില്ലാന്ന്.
അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഫീസ് മേടിച്ച് കൺസൾട്ടേഷൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഒരാൾ കംപ്ലൈന്റ് കൊടുത്താൽ അത് വലിയ പ്രശ്നമാകും. അതങ്ങനെ അത് ആ വഴി പോട്ടെ. പിന്നെ ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൈക്കോളജി പരമായ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്റെ അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അതിലെ നല്ല കാര്യങ്ങൾ എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത്. എന്നാലും ഈ കാര്യം കേട്ടപ്പം ഞാൻ പുള്ളിക്കാരനോട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിച്ചു. എന്തായാലും ഹെൽപ്പ് ചോദിച്ചു വന്നതല്ലേ. അപ്പൊ അതിനൊക്കെ പുള്ളി പിന്നെ വോയിസ് മെസ്സേജ് റിപ്ലൈ വിട്ടു കേട്ടോ. ഞാനിവിടെ കേൾപ്പിക്കുന്നില്ല, ഓക്കെ. പക്ഷെ പിന്നെ അതില് കാര്യങ്ങൾ അതില് മറുപടി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം. അതിനു മുമ്പ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുള്ളിക്കാരിയെ സൈക്കോളജിസ്റ്റ് കാണിക്കുന്ന ഓക്കെ, ഇത്തരം ഫാമിലി കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജി കൺസൾട്ടേഷൻ എടുക്കുന്ന ഓക്കെയാണ്. പക്ഷേ പുള്ളിക്കാരിലുപരി എനിക്ക് തോന്നിയത് പുള്ളിക്കാരനൊരു സൈക്കോളജി കൺസൾട്ടേഷൻ വേണം എന്നുള്ളതാണ്. കാരണം മിക്ക ആണുങ്ങൾക്ക്, ഈ പുള്ളിക്കാരനെ പോലെ മിക്ക ആണുങ്ങൾക്കും ഒരു സ്ത്രീയുടെ സൈക്കോളജി എന്താണ്, സ്ത്രീയുടെ മനഃശാസ്ത്രം എന്താണെന്ന് ഒത്തിരി പേർക്ക് അറിയത്തില്ല. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ അങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാവാത്ത ഒത്തിരി ഭർത്താക്കന്മാരുണ്ട്. അതിപ്പോ 10 കൊല്ലം ജീവിച്ചാലും 15 കൊല്ലം ജീവിച്ചാലും ഒന്നും മനസ്സിലാവാത്ത ഭർത്താക്കന്മാരുണ്ട്. അപ്പം എനിക്കറിയാവുന്ന ചില പോയിന്റുകൾ ഞാൻ പറയാം. പിന്നെ ആ കൂടെ ചില ഇന്റർവ്യൂസിന്റെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം സ്ത്രീ മനഃശാസ്ത്രത്തിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാവട്ടെ ഒരു സ്ത്രീ ആവട്ടെ ഏറ്റവും കൂടുതൽ ഒരാളോട് പിണങ്ങുവും കൊതികുത്തവും വഴക്ക് കൂടുകയും പരാതി പറയുകയും ചെയ്യുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളോടായിരിക്കും. ആ ഒന്നാമത്തെ പോയിന്റ് ഇദ്ദേഹം മനസ്സിലാക്കുകയാണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലാകും ഭാര്യയ്ക്ക് ഒരു സൈക്കോളജി പ്രോബ്ലം അല്ല, ശരിക്കും പുള്ളിക്കാരനോടുള്ള സ്നേഹം കൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ പെരുമാറുന്നതെന്ന്. കാരണം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട്, തന്റെ ഭർത്താവിനോടോ പുരുഷനോടോ സ്നേഹമില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമില്ലാതെ ആയിട്ടുണ്ടെങ്കിൽ, പിന്നെ അവൾ ഒരിക്കലും അവനോട് വഴക്ക് കൂടാൻ പോവോ സംസാരിക്കാൻ പോവോ ബഹളം ഉണ്ടാക്കാൻ പോവോ ഒന്നും ചെയ്യില്ല. ഒരു സ്ത്രീ ഇഷ്ടമുള്ളപ്പോൾ മാത്രം കാണിക്കുന്ന പിന്നെ പ്രകടനങ്ങളാണ് ഈ ഒരു വഴക്കും പിണക്കവും പരാതി പറച്ചിലും ഒക്കെ. ഒരു സ്ത്രീക്ക് പുരുഷനോടുള്ള ഇഷ്ടം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവൾ ബ്ലോക്ക് ചെയ്ത് പോകും, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോരും, ഇല്ലെങ്കിൽ പിന്നെ മൗനമാകും. അത്രേ ഉള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ചും പിന്നെ പ്രതികരിക്കത്തില്ല. അയാൾ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, മിണ്ടിയാലും കുഴപ്പമില്ല, ഓഫീസിൽ വന്നിട്ട് ഓഫീസിലെ കാര്യങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലേലും കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ല, കംപ്ലൈന്റ് ഇല്ലാതെയാകും. അതാണ്. പക്ഷെ ആ സ്ത്രീയുടെ മനസ്സിൽ നിന്ന് അയാൾ പോയി, ആ സ്നേഹവും പോയി, ഇഷ്ടവും പോയി. പിന്നെ വേണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇങ്ങനെ വെറുതെ ജീവിക്കാം, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കാം. ആ ഒരു രീതിയിലേക്ക് ഒരു സ്ത്രീ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വഴക്കും പിണക്കവും പരാതി പറച്ചിലും ഒക്കെ ഇല്ലാതെയാകുന്ന. ആ ഒന്നാമത്തെ പോയിന്റ് ഈ പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ല. അത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഏത് ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനോട് ഒരു പ്രണയം തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ വഴക്കും പിണക്കവും ദേഷ്യവും ഒന്നും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ അവൾക്ക് മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തണം. ശാരീരികമായുള്ള ആവശ്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ കുറെ ഫുഡ് മേടിച്ച് അങ്ങനെ ഫിനാൻഷ്യലി ഉള്ള അങ്ങനത്തെ കാര്യങ്ങൾ, ഫാമിലിയിലേക്ക് കുറെ ഫുഡ് മേടിച്ച് കൊണ്ടിട്ട് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, ശരിക്കും അവർക്ക് മാനസികമായ ഒത്തിരി ആവശ്യങ്ങളുണ്ട് ഓരോ സ്ത്രീകൾക്കും. ആ മാനസികമായ ആവശ്യങ്ങൾ ഫുൾഫിൽ ആയില്ലെങ്കിൽ ആ സ്ത്രീക്ക് ഒരിക്കലും ഒരു പ്രണയം തോന്നത്തില്ല, ഭർത്താവിനോടായാലും അല്ലെങ്കിൽ പ്രണയിക്കുന്ന പുരുഷനോടായാലും. അപ്പൊ അങ്ങനെയുള്ളപ്പം ഈ പറഞ്ഞതുപോലെ സ്നേഹമോ കെയറോ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റോ ഒന്നും സ്ത്രീ ഒരിക്കലും പുരുഷനോട് കാണിക്കാൻ പോകുന്നില്ല, ഭർത്താവിനോടോ കാണിക്കാൻ പോകുന്നില്ല. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീ സൈക്കോളജിയിലെ ഇപ്പം ഒരു സ്ത്രീക്ക് സൗന്ദര്യമോ പണമോ ആരോഗ്യമോ ഇതൊന്നും അല്ല ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു പുരുഷനെ കുറിച്ചുള്ള അവളുടെ സ്നേഹം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്ത്രീക്ക് ശരിക്കും ഒരു പുരുഷനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ പണവും സൗന്ദര്യവും ആരോഗ്യവും ഒക്കെയുള്ള മറ്റു പുരുഷന്മാർ ഇവളോട് ഫ്ലർട്ടിന് വന്നിട്ടുണ്ടെങ്കിൽ ആ ശൃംഗാര കാര്യങ്ങളൊക്കെ ഈ ഭാര്യ ഭർത്താവിനോട് തുറന്ന് പറഞ്ഞിരിക്കും. ആ പുറകെയൊട്ട് പ്രണയം നടിച്ച് പോകത്തുമില്ല. ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു സ്ത്രീ അതിന്റെ ഭർത്താവിനോട് റിയൽ ആയിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഈ നാലാമത്തെ സ്ത്രീ സൈക്കോളജിയിലെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീ ഒരു പുരുഷന് എത്ര സൗന്ദര്യം ഉണ്ടെന്ന് നോക്കിയിട്ടോ സമ്പത്തുണ്ടെന്ന് നോക്കിയിട്ടോ അല്ല, എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നു തന്നെ എന്നുള്ളത് നോക്കിയിട്ടാണ് ആ ഒരു ബന്ധത്തിൽ ലോയലായിട്ട് നിൽക്കുന്നത്.
ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പോയിന്റ്. അതായത് ഒരു സ്ത്രീക്ക് ഭർത്താവ് ഇപ്പൊ ഓഫീസിലെ പെൺകുട്ടികളെ കുറിച്ചാണെങ്കിലും സ്ത്രീകളെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ കുറിച്ച് പുകഴ്ത്തി പറയുന്നതോ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടെ അവരെ കുറിച്ച് ഇഷ്ടത്തോടെ സംസാരിക്കുന്നതോ ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെടത്തില്ല മാനസികമായിട്ട്. പക്ഷെ ചിലപ്പോൾ അവർ പ്രകടിപ്പിച്ചോണമെന്നില്ല. ഫാമിലിയിൽ പ്രശ്നങ്ങൾ വഴക്കുണ്ടാവുണ്ടാന്ന് ഓർത്ത് ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കത്തില്ല. ചിലര് കുറച്ചൊക്കെ തുറന്നു പറയും. ചിലര് അവരുടെ ആക്ഷനിൽ നിന്നും അവരുടെ റെസ്പോൺസിൽ നിന്നും അത് ഈ പുരുഷന് മനസ്സിലാവുന്ന വിധത്തിൽ പെരുമാറും. അങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു സ്ത്രീയുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് തന്റെ പുരുഷൻ അല്ലെങ്കിൽ തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ കുറിച്ച് പൊക്കി പറയുന്നതോ മറ്റൊരു സ്ത്രീയോട് ഇഷ്ടത്തോടെ സംസാരിക്കുന്നതോ പ്ലസ് പോയിന്റുകൾ ഇങ്ങനെ വാരി വെതിരെ പറയുന്നതോ ഒന്നും ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ല. ഇത് പറയാൻ കാരണം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഭാര്യയോട് സംസാരിക്കുന്നത്? ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഭാര്യയോട് സംസാരിക്കുന്നത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നിഷ്കളങ്കമായിട്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ഓഫീസിൽ ഒത്തിരി ലേഡീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങളെ കുറിച്ച്, അവരിട്ട ഡ്രസ്സുകളെ കുറിച്ചും പിന്നെ അവരെന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പിന്നെ ഇങ്ങനെ സൗന്ദര്യപരമായ അവരുടെ സാരിയെ കുറിച്ചും മുടിയെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചും പിന്നെ എന്റെ ബോസിനെ കുറിച്ച് ഒത്തിരി സംസാരിക്കാം. എന്റെ ബോസ് ലേഡിയാണ്, അപ്പൊ അവരെ കുറിച്ച് ഒത്തിരി സംസാരിക്കാം. അങ്ങനെ ഓഫീസിലെ വിശേഷങ്ങൾ എന്നോട് അവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും അത് ഇവളോടൊക്കെ ഷെയർ ചെയ്യുകയോ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നത്. ആ ഒരു പോയിന്റിൽ തന്നെ നമ്മുടെ ഈ ഭാര്യ ഒത്തിരി ഇറിറ്റേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. സാധാരണ എല്ലാ സ്ത്രീകൾക്കും അല്പമൊക്കെ ഒരു പൊസസീവ്നെസ് ഉണ്ടാവും. ഒരു പരിധി വിട്ട് പൊസസീവ്നെസ് ആവുമ്പോഴാണ് അതൊരു സൈക്കോളജിക്കൽ ഒരു ഡിസോർഡർ എന്നുള്ള മട്ടിലേക്ക് പറയാൻ പറ്റും, ഒരു സംശയ രോഗം എന്നൊക്കെ പറയാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ജോലി സ്ഥലത്ത് പോവുക, എല്ലാ നേരവും ഇപ്പൊ ഒരേ അരമണിക്കൂർ കൂടി ഭർത്താവിനെ വിളിച്ചിട്ട് നിങ്ങളിപ്പോ എവിടെയുണ്ട്, എന്താണ് ചെയ്ത് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു രീതിയിൽ എവിടെയും പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ എന്റെ കൂടെയൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ ഉണ്ട് കേട്ടോ, അനസ്തെറ്റിസ്റ്റ് ആണ്. അപ്പം അനസ്തെറ്റിസ്റ്റ് ഞങ്ങളെ ആരും അടുപ്പിക്കത്തില്ല കേട്ടോ, അടുത്തോട്ട് വരാൻ പോലെ കുറച്ച് നീങ്ങിയൊക്കെ ഇങ്ങനെ പറയട്ടോ. പുള്ളി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു കേട്ടോ, അങ്ങനെ ഭയങ്കരമായിട്ട്. അപ്പൊ ഞങ്ങൾ ഓർക്കും ഇയാളെന്താ, നമ്മളെന്താ ഇനി വല്ല സ്മെല്ലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളെന്താ വല്ലോ വിജാതിയാണോ, എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അങ്ങനെ നമുക്ക് ഭയങ്കര ഇൻസൾട്ട് തോന്നും കേട്ടോ. പിന്നെ നമുക്ക് പേടിയായിട്ട് നമ്മൾ അയാളുടെ അടുത്തോട്ട് പോലും അയാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും കേട്ടോ. പിന്നെ പുള്ളിന്റെ തൊട്ടടുത്ത് നമ്മളെ ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം വെക്കുകയെന്ന് വെച്ചോ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സാധനം വെക്കുക, ഇപ്പം ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പുള്ളിക്കാരൻ്റെതായ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. അത് എടുത്തു മാറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. പിന്നെ നമ്മുടെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള അനസ്തെറ്റിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരുത്തനോട് ഞങ്ങൾ ചോദിച്ചു, ഇയാളെന്താ ഇങ്ങനെ പെരുമാറുന്നത്, പിന്നെ ഇത്രയും ദേഷ്യം കാണിക്കാൻ നമ്മളെന്താ അയാളെ കരുപ്പിടിക്കും ഇങ്ങനെ കാണിക്കാൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ പതുക്കെ അത് ചോദിച്ച് മനസ്സിലാക്കി എന്തുകൊണ്ടാ ഈ പിള്ളേരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. കിളവനായിട്ടൊരു ഭയങ്കര പ്രായമുള്ള ഒരു മനുഷ്യനാണ്, ഇളവനാണ്. അങ്ങനെ എന്നിട്ട് അപ്പം നമുക്ക് മനസ്സിലായി. അയാൾ പറയാണ് ഇയാളുടെ വൈഫ് ഭയങ്കര സംശയരോഗിയാണ്. എല്ലാ ദിവസവും ചെന്ന് കഴിയുമ്പോൾ ഇയാളുടെ ഓവർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് കലക്കാൻ വേണ്ടി കൊണ്ടുപോകുമല്ലോ, ആ ഡ്രസ്സിലൊക്കെ മുടിയുണ്ടോ, ലിപ്സ്റ്റിക്ക് പറ്റിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കും. സ്മെല്ലുണ്ടോ, വേറെ ആരെങ്കിലും സ്മെല്ലുണ്ടോ, വേറെ ആരെങ്കിലും കെട്ടിപ്പിടിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മണത്ത് നോക്കും, ഇങ്ങനെ അരിച്ചു പെറുക്കി നോക്കും ഒക്കെ ചെയ്യുമെന്ന്. അങ്ങനെ ഭയങ്കര പേടിയാണ് ഇയാൾക്ക്. അതുകൊണ്ട് വൈഫ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സംശയരോഗം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ സ്ത്രീകളും അവനവന്റെ ഭർത്താവ് അല്ലെങ്കിൽ പ്രണയിക്കുന്ന പുരുഷനോട് അത്യാവശ്യം പൊസസീവ്നെസ് എല്ലാ സ്ത്രീകളും കാണിക്കും. അത്യാവശ്യം പൊസസീവ്നെസ് ഹെൽത്തിയാണ്. അങ്ങനെ അതില്ലെങ്കിൽ പിന്നെ സ്നേഹമില്ല എന്നാണ് അർത്ഥം. ഒരു പൊസസീവ്നെസ്സും ഇതും ഒന്നുമില്ല, ഒരു ചെറിയ വഴക്കോ പിണക്കോ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒട്ടും സ്നേഹമില്ല സ്ത്രീക്ക് തന്നെയാണ്. ഒരു മരവിച്ച എന്തോ ഒരു തരം സ്ത്രീ, അങ്ങനെ അവരെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. പരിധി വിട്ട് കഴിയുമ്പോൾ പ്രോബ്ലം തന്നെയാണ് താനും. അപ്പൊ ഇയാൾ പറയുന്നത് കേട്ടിട്ട് ഇയാളോട് ഞാൻ ചോദിച്ച കാര്യങ്ങൾ അനുസരിച്ച് ഇയാളുടെ ഭാര്യ എത്ര പ്രശ്നക്കാരികളോ ഒന്നുമല്ല. ഇദ്ദേഹത്തിനാണ് ശരിക്കും ഒരു സൈക്കോളജി കൺസൾട്ടേഷൻ വേണ്ട, ഒരു സ്ത്രീയുടെ മനഃശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ, സാധാരണ ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണ്. ഭർത്താവ് ഇപ്പം എത്ര ക്ഷീണിച്ച് വന്നാലും ഒത്തിരി സംസാരിക്കുമ്പോൾ ഒത്തിരി അവർക്ക് മാനസികമായിട്ട് ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് അത് കിട്ടുന്നത്. ഭാര്യയും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണല്ലോ ഇത്രയും സമയം, ഭർത്താവിനെ നോക്കി അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ പല പുരുഷന്മാരോട് ബന്ധമോ അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നവളോ ഒക്കെ ആണെങ്കിൽ ഭർത്താവ് വന്നു കഴിഞ്ഞിട്ട് ഒത്തിരി സംസാരിക്കണമെന്നോ ഒന്നും താല്പര്യം കാണിക്കത്തില്ല. അങ്ങനെയാണ്. പക്ഷേ ഭർത്താവിന്റെ സംസാരിക്കുന്ന രീതികളിൽ മാറ്റം വന്നാൽ തന്നെ ഭാര്യ ഓക്കെ ആകും.
ഈ ഓഫീസിൽ ഒത്തിരി പെൺപിള്ളേരെ കുറിച്ച് കുറെ വിവരിക്കാതെ വർണ്ണിക്കാതെ ഇരിക്കുക, അങ്ങനത്തെ ബാക്കി എന്തോരം സബ്ജക്റ്റുകൾ ഈ ലോകത്ത് സംസാരിക്കാനുണ്ട്. ഭാര്യയുടെ കാര്യങ്ങൾ തന്നെ സംസാരിക്കാം, ബാക്കി ഫാമിലി മുന്നോട്ടുള്ള ഫ്യൂച്ചർ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം, പുതിയ പുതിയ സിനിമയെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെ കുറച്ചൊരു പിന്നെ പിണക്കവും പോസസീവ്നെസ്സും ഒക്കെ ഉള്ള വൈഫുമാരോട് ശരിക്കും പറഞ്ഞ ഭർത്താക്കന്മാർക്ക് ഓവർ മറ്റുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. ബാക്കി എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് ഓവറോൾ സംസാരിക്കാം. അങ്ങനെയൊക്കെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇദ്ദേഹം വളരെ ഭാഗ്യവാനാണ്. ഈ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പിണക്കവും വഴക്കും ഈ കംപ്ലൈന്റും ഒക്കെയുള്ള ഭാര്യ മീൻസ് അയാളെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു ഭാര്യ എന്നാണെന്ന് അർത്ഥം. ഈ പുള്ളിക്ക് അത് മനസ്സിലാകുന്നത്. ഈ പുള്ളിക്ക് ഇത് ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യവും സങ്കടവും ഒക്കെയാണ്. എന്നിട്ട് ഭാര്യനെ സൈക്കോളജി കൺസൾട്ടേഷന് കൊണ്ടുപോകണോ എന്ന് ചോദിച്ചു വരികയാണ്. അപ്പം നമ്മുടെ എല്ലാ വീഡിയോയും കാണുന്ന കൂട്ടത്തിൽ ഈ വീഡിയോ അദ്ദേഹം കാണാം. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയുമെന്നല്ല, ഒത്തിരി പുരുഷന്മാർക്ക് ഇതുപോലെ സ്ത്രീകളുടെ സൈക്കോളജി എന്താണെന്നുള്ളത് അറിയത്തില്ല. അതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണിത്. എന്തായാലും രസകരമായ ഒരു സംശയം തന്നെയാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഭാര്യയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് മേടിച്ചു കൊടുത്തോളൂ, അല്ലെങ്കിൽ ഭാര്യയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എനിക്ക് പുള്ളിക്കാരിയുടെ ഫ്രണ്ട്ഷിപ്പ് കൂടാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ എനിക്ക് പ്ലാൻ ഇല്ല. അത് നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി എടുത്തിട്ട് ഭാര്യയ്ക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, ഭാര്യയെ കുറച്ചും കൂടി കെയർ ചെയ്യുക, സ്നേഹിക്കുക. അപ്പൊ തന്നെ അവർ ഓക്കെ ആകും. ഏത് ഭാര്യയാണെങ്കിലും ഭർത്താവ് കുറച്ച് സംസാരിച്ചു, മിണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളില്ല എന്നുള്ള ഒരു രീതി കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തുറന്നുള്ള സംഭാഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഒരു ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന് ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്തു. നമ്മൾ യൂട്യൂബ് ഒത്തിരി വീഡിയോസ് കാണുന്നതുകൊണ്ട് നല്ല നല്ല സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ വീഡിയോസ് ഞാൻ ഒത്തിരി കാണാറുണ്ട്. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈക്കോളജി. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങളും പ്രശ്നങ്ങളും മറ്റുള്ളവർ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് അത്തരം കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ഒത്തിരി വീഡിയോസ് കാണാറുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി നല്ലത് എന്ന് തോന്നിയിട്ടുള്ള കുറേ പിന്നെ സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ഉണ്ട്. അതിലൊരാളുടെ പിന്നെ വീഡിയോസ് ഞാൻ അയാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. ഇദ്ദേഹം ഫാമിലി കാര്യങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അപ്പൊ തന്നെ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആകും. നിങ്ങൾക്ക് എങ്ങനെ ഭാര്യ എങ്ങനെ ഡീൽ ചെയ്യണം, ഭാര്യയോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ട് ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു കൊടുത്തു. അല്ലാതെ ഭാര്യയ്ക്ക് നമ്പർ കൊടുത്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുകയോ കാര്യങ്ങളൊന്നും വേണ്ട, പിന്നെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ മേടിച്ചോളൂ, കൊടുത്തോളൂ, അതിലെനിക്ക് കുഴപ്പമില്ല എന്നുള്ള കാര്യം പറഞ്ഞു. കാരണം ഇദ്ദേഹം ഈ ഭാര്യയെ കുറിച്ച് ഇതുപോലെ കംപ്ലൈന്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഭാര്യയോട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുത്തി ചോദിച്ചാൽ ആ ഭാര്യയ്ക്ക് അത് ഒന്നുകൂടെ പെയിൻ ആകത്തേ ഉള്ളൂ, സങ്കടവും ദേഷ്യം ആകത്തേ ഉള്ളൂ. അങ്ങനെയാണ്. ഇപ്പം ഒരാൾക്ക് ഭർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കംപ്ലൈന്റ് പറയണമെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി പറയും. എത്ര പേരോടാണെങ്കിലും സ്ത്രീകൾ അങ്ങനെയാണ്. പറയണമെന്ന് വെച്ചാൽ അവരെല്ലാവരോടും പറയും. ആ രീതിക്കാണ്. ഇല്ലെങ്കിൽ അവർക്ക് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ എത്ര ചോദിച്ചാലും അവർ പറയാനും പോകുന്നില്ല. അവർക്കൊരു പ്രശ്നമില്ല, അവർ ഹാപ്പിയാണേ പറയത്തുള്ളൂ അവരുടെ ഫാമിലി ലൈഫിൽ. അങ്ങനെയാണ്. അപ്പൊ ആ കാര്യങ്ങൾ അപ്പൊ ഞാൻ ഒരു വീഡിയോ കേൾപ്പിച്ചു തരാം നിങ്ങളെ. ആ കൂടെ നമുക്ക് പാക്കേജ് ചെയ്യാം. ആ കൂടെ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടും. നിങ്ങൾക്ക് ഇത്തരം ഭർത്താവിൽ നിന്ന് ഇത്തരം അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തോളൂ. അത് മറ്റുള്ളവർക്ക് ഒത്തിരി ഉപകാരമാകും. അപ്പൊ നമ്മുടെ പാക്കിങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ കൂടെ നമുക്ക് ഈ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ട് പാക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ആദ്യം നമുക്കൊരു വലിയ ഓർഡർ തന്നെ പാക്ക് ചെയ്യാം കേട്ടോ. അതില് പറഞ്ഞിരിക്കുന്ന സംഗതികൾ ഞാൻ കാണിച്ചു തരാം. മില്ലറ്റ് മിക്സ് എല്ലാവരും മേടിക്കുന്നുണ്ട്, അത്രയും ഗുണങ്ങളുള്ളതുകൊണ്ട് അത് മേടിക്കുന്നുണ്ട്. പിന്നെ ഇതാ കോഫി ക്യൂബ്സ്, അത് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ പിന്നെ ഇതാ പാഡഡ് ബ്രാ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാ സൈസും ഉണ്ട്. 32 മുതൽ 38 വരെ ഇപ്പൊ ഉണ്ട്. അടുത്ത ആഴ്ച മുതൽ 40 ആ സൈസും ഓക്കെയാണ്. അപ്പൊ ഇത് പാഡ് വെച്ച ബ്രായാണ്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഞാൻ പറയുവാണ്. അങ്ങനെ പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് അലാസ്റ്റിക്കും കൂടി നല്ല കുറേ രീതിയിൽ അലാസ്റ്റിക്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ പ്യൂർ കോട്ടൺ ആണ്, 100% കോട്ടൺ ആണ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും പാന്റീസും അതൊക്കെ നമ്മൾ കോട്ടൺ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ അപ്പൊ അതാണ്. പിന്നെ വയറ് നന്നായിട്ട് ഒതുങ്ങി കിട്ടും. അതിന്റെ 85 സെന്റിമീറ്ററിന്റെ ഉണ്ട്, 90ന്റെ ഉണ്ട്. ഇച്ചിരി ടൈറ്റ് ആണ്, പക്ഷെ ടൈറ്റ് ഉള്ളത് ഇടുന്നതാണ് നല്ലത്. നന്നായിട്ട് വലിയും. അപ്പൊ നമ്മുടെ വയറ് കുറച്ചും കൂടി ഒതുങ്ങി നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ വൃത്തിയായിട്ടിരിക്കും. അതാണ്. അപ്പൊ അത് രണ്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബാത്ത് ബ്രഷ് ആണ്, പുറമൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മേടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാണ്. മരത്തവിയാണ്, ഫുള്ള് മരത്തിന്റെ ആണ്. അതുകൊണ്ട് തന്നെ അതും ബാക്കി ടേബിളോ എവിടെയൊക്കെയോ വേണമെങ്കിൽ നന്നായിട്ട് കറയും ചെളി എല്ലാം പോകും. സ്പ്രേ പോലൊരു സാധനമാണ്. ഒട്ടും കെമിക്കൽ സ്മെല്ലുകളോ ഇതൊന്നുമില്ല. അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമ്മളിപ്പോ ക്ലോറക്സ് വേറെ എന്തെങ്കിലും ഒഴിച്ചാൽ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളല്ലേ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. ഇതങ്ങനെയല്ല, അടിപൊളിയാണ്. ഉപയോഗിച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അതിന്റെ കൂടെ ഒരു ബ്രഷും ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് മേടിക്കാം, അതിന് കുറച്ച് വില കുറവാ. പിന്നെ വിത്ത് ബ്രഷ് ആണെങ്കിൽ വേറെ ഒരു വിലയാണ്. അപ്പൊ അങ്ങനെ ഒരു ബ്രഷും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് 2 എണ്ണം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് കറിമഞ്ഞളാണ്. കറിമഞ്ഞൾ 1 കിലോ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
പിന്നെതാ നമ്മുടെ ആശാളിയരിയും കരിഞ്ചീരകവും അത് ചോദിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ ചകിരി, കോക്കനട്ട് ചകിരിയാണേ. അത് പിന്നെ നമുക്ക് ദോശക്കല്ലിലൊക്കെ എണ്ണ വരട്ടാനും എവിടേക്കോ നമുക്ക് എണ്ണ വരട്ടണോ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയാണ്. മരത്തിന്റെയാണ് ഇവിടെ ചകിരിയാണ്, അതുകൊണ്ട് സേഫ് ആണ്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള വിവാക്സിന്റെ ലിപ് ബാം ആണ് കേട്ടോ. ചുണ്ടൊക്കെ പൊട്ടാതെ അടിപൊളിയായിട്ട് കെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് പിങ്ക് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിങ്ക് നല്ല കളറുണ്ട്. ഞാനിപ്പോ ഇങ്ങനത്തെ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പം അടിപൊളിയായിട്ട് നമ്മുടെ ചുണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട്. ഇപ്പൊ ഞാനിട്ടേക്കുന്ന പിങ്ക് നമ്മുടെ തന്നെ ലിപ് ബാം ആണ് കേട്ടോ. അപ്പൊ അതാവുമ്പോൾ നമുക്ക് ചുണ്ട് സേഫ് ആണ്, കെമിക്കൽ ഫ്രീ ആണ്, എപ്പോ വേണേ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് നല്ലതാണ്. ചുണ്ട് നല്ല പൊട്ടാതെ പ്ലം ആയിട്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ കോൺഫിഡൻസ്. ചുണ്ടൊക്കെ പൊട്ടിയിരുന്നാൽ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്. ആരെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോ അവര് നമ്മുടെ ചുണ്ടയിലേക്കാണോ നോക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു വിഷമം നമുക്ക് തോന്നും. ഇതങ്ങനെയല്ല, ലിപ്പിന്റെ കെയറിന് അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും മേടിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനം അപ്പൊ ഇത്രയും സാധനമാണ് ഇവർ ഓർഡർ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യാം. അവഗണിക്കപ്പെടുക എന്ന് പറയുന്നത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന, സ്വന്തം ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രക്രിയ എന്നതിലാണ് അവരെ ഒരു മനുഷ്യന്റെ ബ്രെയിൻ വായിച്ചിരുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നുപോയ പല പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള ദാരുണമായ ജീവിതാനുഭവങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. പങ്കാളിയെ കണ്ടെത്തുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വ്യക്തിയുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമായി പഠിക്കേണ്ട ആവശ്യമാണ്. ബോധപൂർവ്വം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം സംസാരിക്കാൻ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് അന്നത്തെ ദിവസത്തെ അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും, ഓഫീസിലെ വിശേഷങ്ങൾ പറയാനുണ്ടാവും. പ്രശ്നങ്ങളെ വരുന്ന ആളിലേക്ക് കുറച്ചുകൂടി വിഷം കുത്തിവെച്ച് ആ ബന്ധത്തെ വിച്ഛേദിച്ചോടെ തന്റെ മിഷൻ സക്സസ്ഫുൾ ആക്കാൻ ശ്രമിക്കുന്ന ധാരാളം കൗൺസിലേഴ്സ്. അതിന് മുമ്പ് ഒരുപാട് സന്ദർഭങ്ങളിൽ അവൾ പറയുന്നുണ്ടാവും, പരാതികളായും അനുഭവങ്ങളായി എന്നെ കേൾക്കൂ, എന്നെ മനസ്സിലാക്കൂ, എന്നെ അംഗീകരിക്കൂ, ദയവായി എന്നെ മനസ്സിലാക്കൂ, എന്നെ സ്നേഹിക്കൂ. പക്ഷെ അവൻ ചെയ്യൂല. ഈ റിലേഷൻഷിപ്പിൽ എല്ലായ്പ്പോഴും മനസ്സിലാക്കലിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ചില ആളുകൾ ഈ ഫാമിലി ലൈഫിൽ പല ഇടയ്ക്ക് വരാറുണ്ട്. എന്നെ മറ്റേ ആൾ മനസ്സിലാക്കുന്നില്ല, ഞങ്ങൾക്ക് ഒത്തുപോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എത്ര പറഞ്ഞിട്ടും അദ്ദേഹം അനുസരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും വായിച്ചുള്ള കാര്യം പറയുന്നത്, എനിക്ക് ഒരാളെ മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഷിജോയെ മാറ്റാൻ വിചാരിച്ചാൽ ആ ഒരു ശ്രമം തന്നെ ആരോഗ്യമായ ശ്രമമാണെന്ന് വിചാരിക്കുന്ന ആളാണ്. തിരിച്ച് ഷിജോയെ എന്നെ മാറ്റാമെന്ന് വിചാരിക്കുന്നത് അത്ര ശരിയായ ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഇതോട് യോജിക്കുന്നതോ ഇത് തന്നെയാണ് യഥാർത്ഥം. നമുക്ക് ഒരാളെ മാറ്റാൻ സാധിക്കും. ഭാര്യ വിചാരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന ഭർത്താവ് കെയർ ചെയ്യണം, പെരുമാറണം, സ്നേഹിക്കണം. ഞാൻ പറയുന്ന സമയത്ത് അവൈലബിൾ ആണ്. ഭർത്താവ് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു, ഞാൻ പറയുന്നത് ഭാര്യ കേൾക്കണം, എന്നെ കൺസിഡർ ചെയ്യണം, എന്നെ വാല്യൂ ചെയ്യണം, അവർ അങ്ങനെ പെരുമാറണം, ഇങ്ങനെ പെരുമാറരുത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന മറ്റേ പെരുമാറണമെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പങ്കാളികൾ ചിന്തിക്കുക. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് പലപ്പോഴും ചിന്തിക്കാറ്. പ്രധാനമായിട്ട് ഒരു വ്യക്തിയെ മാറ്റുക സാധ്യമാണോ എന്നുള്ളതാണ് ഊന്നൽപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ മാറ്റാം, പക്ഷേ ആ മാറേണ്ട ആൾ വിചാരിക്കണം. ആ ആളുടെ അടുത്ത് ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ പോരാ. ഈ രീതിയും ഈ പെരുമാറ്റവും ഈ സ്വഭാവവും ഈ ആറ്റിറ്റ്യൂഡും എന്റെ മൈൻഡ് സെറ്റും മുന്നോട്ടുള്ള എന്റെ ജീവിതത്തിന് തടസ്സമാണ് എന്ന് അയാൾ എപ്പോൾ മനസ്സിലാക്കുന്നു. വെറുതെ മനസ്സിലാക്കിയ പോലെ പോരാ, ആഴത്തിൽ മനസ്സിലാക്കണം. വേദനാജനകമായ ഒരു യാഥാർത്ഥ്യം പോലെ തിരിച്ചറിയണം. അങ്ങനെ വേദനാജനകമായ ഒരു യാഥാർത്ഥ്യം പോലെ ആ മാറ്റത്തെ അയാൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മാറ്റം സാധ്യമാണ് എന്ന് തന്നെയാണ് എന്റെ പക്ഷം. ഇതുപോലെ സ്ത്രീകളെ ഭാഗത്ത് സ്ത്രീകളെ സംബന്ധിച്ച് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, തന്നെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവളെ സംബന്ധിച്ച് ജീവിക്കാനുള്ള പ്രേരണ എന്ന് പറയുന്നത് പോലും ആ മനുഷ്യന്റെ കൂടെയുള്ള സുരക്ഷിതത്വമാണ്. അയാളിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടുന്ന പരിഗണനകളാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ മടുപ്പില്ലാതെ മുന്നോട്ട് പോകാൻ ഒരു പെണ്ണിന് കഴിയും. ചോദിക്കേണ്ട ആവശ്യമാണ്. പലപ്പോഴും പറയാണ്ട് സ്ത്രീയുടെ മനഃശാസ്ത്രം, പുരുഷന്റെ മനഃശാസ്ത്രം, സ്ത്രീക്ക് കരുതലും കേൾക്കലും എല്ലാമാണ് ആവശ്യം. പക്ഷേ ഞാൻ ഈ റീസെന്റ് ആയിട്ട് പല അനുഭവങ്ങൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പുരുഷൻ ആഗ്രഹിക്കുന്നു, സ്ത്രീ ആഗ്രഹിക്കുന്നു തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പുരുഷനും സ്ത്രീയും എല്ലാം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഏകദേശം കുടുംബജീവിതത്തിൽ ഒരേ കാര്യം തന്നെയാണെന്നുള്ളതാണ് പലപ്പോഴും തോന്നാറുള്ളത്. അങ്ങനെയല്ലേ? അങ്ങനെയല്ലോ. ഒരാണും പെണ്ണും തമ്മിൽ ബയോളജിക്കലി, ഫിസിയോളജിക്കലി, സൈക്കോളജിക്കലി വ്യത്യസ്തരാണ്. അവരുടെ കാഴ്ചപ്പാടുകളിലും വ്യത്യാസങ്ങളുണ്ട്. ഇവരെല്ലാം മനുഷ്യരാണ്, രണ്ടുപേരും മനുഷ്യരാണ് എന്നിരിക്കെ തന്നെ ഈ 3 മേഖലകളിലും ഇവർ വ്യത്യസ്തരാണ്. കാരണം ആത്യന്തികമായിട്ട് ഒരു പുരുഷന് ഒരു ഇണ എന്ന് പറയുന്ന സങ്കല്പം ഉള്ളിലേക്ക് വരുമ്പോൾ അവന്റെ ഉള്ളിൽ ആദ്യം വരുന്ന വികാരം എന്ന് പറയുന്നത് പ്രണയത്തെക്കാൾ കൂടുതൽ ലൈംഗികതയാണ്. പക്ഷേ ഒരു ഇണയെ അവൻ തേടുന്നതിന് പിന്നിലുള്ള അവന്റെ പ്രാഥമിക പ്രേരണ എന്ന് പറയുന്നത് പോലും ലൈംഗികതയുടെ സാധ്യതയെ പ്രതിയാണ്. അല്ലെങ്കിൽ ആ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അവനൊരു പെണ്ണിനെ ആഗ്രഹിക്കുന്നത് പോലും. പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ലൈംഗികത എന്ന് പറയുന്നത് അവൾക്ക് കിട്ടേണ്ടുന്ന സ്നേഹത്തിന്റെയും പരിഗണനയുടെയും ഇഷ്ടാനിഷ്ടങ്ങളുടെയും ആത്യന്തികമായ പരിപൂർത്തി എന്ന നിലയിലാണ്. അംഗീകരിക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും താലോലിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുരുഷനോടൊത്ത് ലൈംഗികമായി തൃപ്തി അടയാൻ ഒരു പെണ്ണിന് കഴിയും. പക്ഷേ പുരുഷൻ അങ്ങനെയല്ല. അവനെ സംബന്ധിച്ച് ആദ്യം ഇതാണ്. രണ്ടാമതാണ് പ്രണയം, സ്നേഹം, പരിഗണന ഒക്കെ വരുന്നത്. ലൈംഗിക ബന്ധത്തിലൂടെ ലഭിക്കുന്ന ആസ്വാദനയിലൂടെ നമ്മൾ അനുഭവിക്കുന്നത് പോലും. പക്ഷേ അതിന് മുമ്പ് അവർക്ക് ഒരുപാട് കാരണങ്ങൾ വേണം. ലൈംഗികതയിലേക്ക് എത്തുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഒരു പെണ്ണിന് ആവശ്യമാണ്. ഒരു പുരുഷൻ അങ്ങനെ ആവശ്യമില്ല. ഒരു പുരുഷനെ സംബന്ധിച്ച് പെണ്ണിന്റെ ശരീരം മാത്രം മതി. അതിൽ അവർ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയാണോ അതിൽ അവൻ ആകർഷണമായിട്ട് ഒരു പരിചയം പോലും ഇല്ലാത്ത ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ എപ്പോഴാൻ ഒരു പുരുഷന് സാധിക്കും. പക്ഷേ പെണ്ണിന് കഴിയില്ല. ഒരു പെണ്ണിനെ ആണുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഒരുപാട് പരിചയവും വിശ്വാസവും സ്നേഹവും ഇതെല്ലാം കിട്ടി ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു ബോണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു പെണ്ണിനെ ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ പോലും ഏർപ്പെടാൻ സാധിക്കും. അല്ലാതെയാണെന്നുണ്ടെങ്കിൽ ഒരു വേശിയായിരിക്കും. ഒരു വേശിക്ക് സാധിക്കും. കാരണം അവിടെ പ്രഷർ അനുഭവിക്കുന്നില്ല. അവർക്ക് അതിനൊന്നും കിട്ടാനില്ല. പണം മാത്രം മതി. ആ ജീവിതായോധനത്തിന് വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടി മാത്രമാണ് അവളത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ ഒരു പെണ്ണ് ഒരു വികാരവും ഇല്ലാതെ ഒരു അടുപ്പവും ഇല്ലാതെ ഒരു പുരുഷനുമായി സെക്സിൽ ഏർപ്പെടുന്നു എന്ന ഒരു അവസ്ഥ നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരു പെണ്ണിന് കഴിയില്ല. ആ ബോണ്ടിങ്ങിലൂടെ മാത്രമേ അവർക്ക് സെക്സ് അനുഭവിക്കാൻ പറ്റൂ. അങ്ങനെയല്ല എന്ന് മാത്രം. 2 പേര് കണ്ടുമുട്ടും, ഒരാൾ പെണ്ണ് കണ്ടുമുട്ടുന്നു. അതൊരു വിവാഹത്തിലേക്ക് കിടക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പാകാം. അപ്പോൾ ആ തുടക്ക സമയത്ത് ഒരാണ് സാധാരണ നിലയിൽ കൂടുതൽ സംസാരിക്കും. കാരണം അവൻ സംസാരിക്കുന്നത് ഇവിടെ പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും. ഇനി അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. എല്ലാവരും മേടിക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ. പെട്ടെന്ന് തീർന്നു പോകും. ആവശ്യമുള്ളവർ പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ. ഇത് ഫേസ് വാഷ് പൗഡർ ആണ്. ഒത്തിരി ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. അത്രയും ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കായത്തിന്റെ കുപ്പി പോലെയാണ്. ഇവിടെ ഒരു എന്തെങ്കിലും കമ്പി എന്തെങ്കിലും പഴിപ്പിച്ചിട്ട് കുത്തു കൊടുത്താൽ റൊട്ടേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അത് അടച്ചു വെക്കാൻ പറ്റും.
തുളയാകും. എന്നിട്ട് അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുക്കുക, കുറച്ച് വെള്ളം ചാലിക്കുക, മുഖത്ത് തേക്കുക. ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റും കൂടിയുണ്ട്. അപ്പൊ സ്ക്രബ് ചെയ്യുക, അപ്പൊ ഡെഡ് സ്കിൻ ഒക്കെ പോകും. പിന്നെ ഇതിലെ കണ്ടന്റുകൾ അത്രയും നല്ലതാണ്, അത്രയ്ക്ക് നല്ലതാണ്. നിങ്ങൾ മേടിച്ച് നോക്കിക്കോളൂ. അപ്പം എല്ലാവരും മേടിക്കുന്നുണ്ട്. അങ്ങനെയാണ്. ഇത് നമ്മുടെ വിവാക്സിന്റെ ബോഡി മോയ്സ്ചർ ആണ്. അപ്പൊ ഇത്രയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പാക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 36ന്റെ 2 റൗണ്ട് ബ്രായാണ് കേട്ടോ. നമുക്ക് നല്ല ഫിഗർ കിട്ടാൻ വേണ്ടി, നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, പാടല്ല പക്ഷെ നല്ല റൗണ്ട് ഷേപ്പ്, ഒരു പുഷപ്പ് ബ്രായാണ് ഇത്. അങ്ങനത്തെ 2 ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഇങ്ങനെ ഹാങ് ആയി പോയതോ അങ്ങനെയൊക്കെയുള്ള ബ്രസ്റ്റ് ആണെങ്കിൽ നന്നായിട്ട് പുഷപ്പ് ആയതുകൊണ്ട് നല്ല വൃത്തിക്ക് ഭംഗിയായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ 2 ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് 2 കൂടി നമുക്കൊന്ന് പാക്ക് ചെയ്യാം. പാട് വെച്ചതുകൊണ്ട് അതുപോലെ ഇങ്ങനത്തെ റൗണ്ട് ബ്രായും ഉണ്ട് നമ്മളെടുത്ത് ഷേപ്പിന് വേണ്ടിയിട്ടുള്ളത് 2 ഉണ്ട്. ഇവനെ പറ്റി പരമാവധി പറയും. അത് ഇവൻ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളാണ് എന്ന് അവളെ ബോധ്യപ്പെടുത്തുന്നതിനും അതുകൊണ്ട് ഞാൻ നിനക്ക് ഓക്കെ ആണ് എന്ന് അവളെ കൂടുതൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവനെ പറ്റിയും കൂടുതൽ സംസാരിക്കും. ഇപ്പോൾ പ്രണയത്തിന്റെ ആയാലും വിവാഹ ജീവിതത്തിന്റെ ആയാലും തുടക്കത്തിൽ ആളുകൾ നല്ല കേൾവിക്കാരും നല്ല സംസാരപ്രിയൊക്കെ ആയി മാറും. ആ സമയത്ത് അവർ അത്യാവശ്യം വേണ്ടുന്നതെല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇത് പെണ്ണ് സ്വന്തമായി കഴിയുന്നതോട് കൂടി ആണിനെ സംബന്ധിച്ച് പിന്നെ ഒന്നും കേൾക്കാനില്ല എന്ന അവസ്ഥ വരും. അവരെ സംബന്ധിച്ച് പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിന് അവർ അർത്ഥവും കൽപ്പിക്കുന്നില്ല, അവരൊരു പ്രസക്തിയും കൽപ്പിക്കുന്നില്ല. അപ്പോൾ അവരത് വിരസമായി തീരും. ഒരു പെണ്ണിനെ സംബന്ധിച്ച് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി സംഭാഷണം ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ്, ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു കുടുംബമാകാം, ആരുമാകാം. അങ്ങനെ ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവളുടെ ജീവിതം വിരസമായി തീരും. അവളും അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലിലേക്ക് വരും. അപ്പോൾ അവളെ ആരാണ് പരിഗണിക്കുന്നത്? അവളുടെ കുടുംബത്തിൽ അവൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്ന് വിശേഷിപ്പിക്കുന്ന, കരുതുന്ന, മനസ്സിലാക്കുന്ന അവളുടെ ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ അവൾ പ്രണയിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് എന്നെ പരിഗണിക്കുന്നത്, എന്നെ അംഗീകരിക്കേണ്ടത്, എന്നെ തിരിച്ചറിയുന്നത്, എന്നെ കേൾക്കേണ്ടത്. ഇത് കിട്ടാതെ വരുമ്പോൾ അസംതൃപ്തി. ഒരിക്കലും ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ്, പുരുഷന്മാർ സൊല്യൂഷനാണ് പറയാൻ ശ്രമിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് സപ്പോർട്ടാണ് ആവശ്യം. പക്ഷേ ഇതൊരു ഇംബാലൻസ് കൂടെ അതിനകത്തുണ്ട്. പുരുഷനെ സംബന്ധിച്ച് ബൈ കൈമാനായതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കാനുള്ളതും കുടുംബത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് ചിന്ത പുരുഷനെ പലപ്പോഴും നയിക്കാനുള്ളത്. സ്ത്രീയെ സംബന്ധിച്ച് കൂടുതൽ കേൾക്കുക, ഒരു സപ്പോർട്ട് നേടുക, ഇതെല്ലാമാണ്. ഒരു ഡിഫറൻസിന്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട് വരികയാണ്. പുരുഷനെ സംബന്ധിച്ച് സൊല്യൂഷനാണ് ആവശ്യം, സ്ത്രീയെ സംബന്ധിച്ച് സപ്പോർട്ടാണ് ആവശ്യം. പക്ഷേ ബൈ നേച്ചർ, ബൈ ബയോളജിക്കൽ ഇൻസ്റ്റിങ് രണ്ടുപേർക്കും 2 ഡിഫറന്റ് ആയിട്ടുള്ള ഒരു നീഡാണുള്ളത്. ഇത് ബാലൻസ് ചെയ്യാൻ സാധാരണ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ മനസ്സിലാക്കേണ്ട ആസ്പെക്ട് എന്താണ് മനസ്സിലാക്കേണ്ട പ്രാധാന്യം വരുന്നത്. സത്യത്തിൽ ഈ റിലേഷൻഷിപ്പിലായപ്പോഴും മനസ്സിലാക്കലിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. പരസ്പരം മനസ്സിലാക്കുക. മനസ്സിലാക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് പറയുന്നത്? ഒരാള് ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാകാം, അല്ലെങ്കിൽ എനിക്ക് യോജിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാകാം, അല്ലെങ്കിൽ എനിക്ക് വളരെ അൺഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ അയാൾ എന്നോട് പെരുമാറിയേക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ ആള് എനിക്ക് ഒരേ സമയം അനുകൂലവും ഒരേ സമയം പ്രതികൂലമായിട്ട് പെരുമാറുമ്പോൾ പോലും എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അയാളിൽ നിന്ന് പെരുമാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് ഞാൻ അയാൾ മനസ്സിലാക്കേണ്ടത്. അയാളുടെ കാഴ്ചപ്പാടിന്റെതാണ്, അയാൾ വളർന്നു വന്ന സാഹചര്യത്തിന്റേതാണ്. ഇന്നലെ വായിച്ച ആർട്ടിക്കിളിൽ വായിച്ചായിരുന്നു, നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈലിൽ ഗാഡ്ജറ്റ്സിൽ അധികം സമയം ചെലവഴിക്കുന്ന പങ്കാളിയാണെങ്കിൽ നിങ്ങളുടെ വിവാഹബന്ധം അധികം നാൾ മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയില്ലായിരുന്നു. ബോധപൂർവ്വം തിരിച്ചറിയാൻ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കസ്റ്റമർ എന്തൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഇതാ ന്യൂഡ് കളർ ലിപ്പാമാണ്. അതായത് ഒരു ലൈറ്റ് പിങ്ക് കളർ ആയിരിക്കും കേട്ടോ ചുണ്ടയിലിട്ടിട്ടുണ്ടെങ്കിൽ. ആ ഒരു രീതിയിലുള്ള ന്യൂഡ് ലിപ്പിന്റെ ഒരു കെയറിനും എന്നാ വിട്ടില്ല എന്ന് തോന്നുന്ന ആ രീതിക്കുള്ളത്. ഇത് ക്രാക്ക് ബാം ആണ് കേട്ടോ കൂട്ടുകാരെ. ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമല്ലേ കാലിന്റെ ഉപ്പൂറ്റി പൊട്ടുക എന്ന് പറയുന്നത്. തണുപ്പ് കാലായാലും പൊട്ടും, ചൂട് കാലായാലും പൊട്ടും, അങ്ങനെയാണ്. പിന്നെ ഒത്തിരി യാത്ര ചെയ്യുന്നവർക്കൊക്കെ കാലിന്റെ ഉപ്പൂറ്റി പൊട്ടുന്ന ആ പ്രശ്നമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വിവാക്സിന്റെ ക്രാക്ക് ബാം ആണ്. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ബ്യൂട്ടി ഓയിൽ, നമ്മുടെ മസാജ് ഓയിൽ മുഖത്ത് തേക്കുന്ന ഒത്തിരി നല്ലതാണ്. ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാനത് കേൾപ്പിക്കാവേ. ഓരോരുത്തർ പറയുന്നത് കേട്ടോ ബ്യൂട്ടി ഓയിലിനെ കുറിച്ച്. ബ്യൂട്ടി ഓയിലിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമാണ് കേട്ടോ ആളുകൾക്ക്. അപ്പൊ അങ്ങനെ. പിന്നെ ഇത് ഷാമ്പു ആണേ. പിന്നെ ഇത് വിവാക്സിന്റെ ബോഡി മോയ്സ്ചർ. ഇത് നമ്മുടെ വെട്ടിവർ റൂട്ട് പൗഡർ എല്ലാവരും മേടിക്കുന്നുണ്ട് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. നേരത്തെ നമ്മുടെ ചേച്ചീന്റെ മെസ്സേജിലൊക്കെ ഉണ്ടാവും. അത് ഞാൻ അയച്ചു കൊടുത്തു ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ അയക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ സാധനങ്ങൾ ഞാൻ അതിന്റെ കൂടെ ഇടും കേട്ടോ. അതെന്റെ ഒരു സന്തോഷം. അങ്ങനെ ഒരു ഇങ്ങനെ പിന്നെ പൊട്ടിക്കുമ്പോൾ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് രസമല്ലേ, ഭയങ്കര സന്തോഷമല്ലേ അവർക്ക്. അങ്ങനെ അപ്പൊ അങ്ങനെ കണ്ടോ ചേച്ചി അത് ഇങ്ങനെ പൊട്ടിച്ചപ്പോ 1-2 സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ ഓർഡർ തരും, നിർബന്ധിച്ച് പൈസ തരും കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഇതാ നമ്മുടെ മില്ലറ്റും അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത്. കൊണ്ട് പരസ്പരം സംസാരിക്കാൻ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് അന്നത്തെ ദിവസത്തെ അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും, ഓഫീസിലെ വിശേഷങ്ങൾ പറയാനുണ്ടാവും, അല്ലെങ്കിൽ ആ ദിവസം അവരെ ബന്ധപ്പെട്ട ആളുകളെ പറ്റി പറയാനുണ്ടാവും, അല്ലെങ്കിൽ പിറ്റേന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പൊതു ലക്ഷ്യങ്ങളെ പറ്റി സംസാരിക്കാനുണ്ടാവും, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുണ്ടാവും. ഇതൊന്നും സംസാരിക്കാതെ മിണ്ടാതെയാണ് മിക്ക കുടുംബങ്ങളും ബന്ധങ്ങൾ. യഥാർത്ഥത്തിൽ 2 പേർക്കും ജീവിതം പങ്കിടാൻ ഒരു പങ്കാളി എന്ന നിലയിൽ തന്നെയാണ് അവർ വിവാഹത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ പെണ്ണിനെ സംബന്ധിച്ച് ഇത് ആവശ്യമാണെന്ന് എനിക്ക് തന്നെ ആ വ്യക്തിയിൽ നിന്ന് അവർ സുരക്ഷിതത്വം തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്. 1. 2 അവർക്കെല്ലാം പങ്കിട്ടുകൊണ്ടിരിക്കണം. ഒരു പെണ്ണിനെ സംബന്ധിച്ച് നമുക്കറിയാം, പെണ്ണുങ്ങൾ കൂടുതൽ സംസാരിക്കുന്നവരാണ്. പരിണാമകാലത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് സംസാരിക്കുന്നവരാണ്. ചെറിയ പൊട്ടും പൊടിയും തപ്പിയെടുത്ത് ഓർമ്മകളിൽ നിന്ന് തപ്പിയെടുത്ത് പറയാനുള്ള പ്രത്യേക പ്രവണത, പ്രത്യേക ശേഷി പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ അത്രയും ഓർമ്മശക്തിയുള്ളവരല്ല. അവരുടെ കുട്ടിക്കാലത്ത് നടന്ന ചെറിയ സംഭവങ്ങളെ പോലെ എല്ലാം ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കഴിവ് പെൺകുട്ടികളുണ്ട്. കാരണം അതിന് അവർ ആശയ വിനിമയത്തിന്, കമ്മ്യൂണിക്കേഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വേട്ടക്കാരാണല്ലോ ഒരു ദീർഘകാലം കാട്ടി കഴിഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അനുഭവപ്പെട്ട മസ്തിഷ്കപരമായ പുരുഷപരമായ പ്രത്യേകതകളൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ പരസ്പരം. പക്ഷേ ഇവിടെ തന്നെ പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്ന കാര്യമുണ്ട്. ഒരാണ് എന്ന് പറയുന്ന ആൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ഒരു പെണ്ണ് തിരിച്ചറിയുന്നത്. ഒരു പെണ്ണ് എന്ന് പറയുന്ന ആൾ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ പെരുമാറുന്നതോ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളോ അവരുടെ ഇഷ്ടങ്ങളുടെ പരിമിതികളോ അവരുടെ ആഗ്രഹങ്ങളുടെ പരിമിതികളോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറത്ത് പോകാൻ അവരുടെ സ്വപ്നങ്ങളോ ഒക്കെ ഒരാളും തിരിച്ചറിയണം. ഒരു പെണ്ണെന്താണെന്ന് ഒരാണെന്താണ് എന്നൊരു പെണ്ണും പരസ്പരം മനസ്സിലാക്കുക. വളരെ പ്രാഥമികമായിട്ടെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ പരസ്പരം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഈ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നിടത്താണ് എല്ലായ്പ്പോഴും ഈ ഇവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിക്കുന്നത്. അപ്പോൾ തുറന്ന പറച്ചിലുകളാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇനി
നമുക്ക് നമ്മുടെ അടുത്ത കസ്റ്റമർ എന്തൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. ദ ബോഡി മോയ്സ്ചർ ഉണ്ട്, ബ്യൂട്ടി ഓയിൽ ഉണ്ട്, പിന്നെ ആശാലേരി കരിഞ്ജീരകം. ഹോർമോണൊക്കെ ബാലൻസ് ആവാന് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റുകൾ, വിറ്റാമിൻ, മിനറൽ എല്ലാം കിട്ടാന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ആശാലേരി കരിഞ്ജീരകം. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന വിധമൊക്കെ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക, ഒരു 5-6 മിനിറ്റ്. കരിഞ്ഞു പോകരുത്, ചെറുതീയിൽ ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഒരു ഡപ്പയിലേക്ക് ഇട്ട് വെക്കാം. ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ അല്ലെ 1/2 ടീസ്പൂൺ മാക്സിമം മതി, 1/4 ടീസ്പൂൺ മതി. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്ത് ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കും ഞാൻ. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെള്ളമൊക്കെ കുടിക്കാനാവുന്ന ആ ഒരു പാകത്തിൽ വെള്ളം കുടിക്കും. അപ്പൊ അതിൽ സത്ത് കുറച്ചൊരു ഇളം മഞ്ഞ കളറിൽ അതിൽ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ അത് ചവച്ചരച്ച് വെച്ചാൽ ഒരു ചവർപ്പാണ്. അപ്പൊ ഞാനത് വിഴുങ്ങി വിടും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഒന്നിച്ചല്ല, തൊണ്ട തങ്ങാതെ അങ്ങനെ വിഴുങ്ങി വിടും. ഇല്ലെങ്കിൽ നമുക്ക് വറുത്ത് വെച്ചിട്ട് എന്തെങ്കിലും സാലഡോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ ഇടാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണം നമ്മൾ വിളമ്പ് എടുക്കുമല്ലോ, അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ അങ്ങ് കഴിച്ചു പോയിക്കോളൂല്ലോ. അപ്പൊ ആ ചവർപ്പ് അത്ര ഫീൽ ചെയ്യില്ല. എങ്ങനെയാണെങ്കിൽ വയറ്റിലെത്തിയാൽ മതി. അതാണ് നമ്മുടെ ആശാലേരി കരിഞ്ജീരകം. അപ്പൊ ഇത് പാക്ക് ചെയ്യാം. ചൂണ്ടന്നീൽ കൊളുത്ത് കൊണ്ടെന്ന പോലെ ചില മനുഷ്യർ മുറിച്ചിട്ട ഹൃദയം ചോര ഒട്ടി ഉണങ്ങി വിഷമങ്ങളെ മറക്കാൻ വിധം പക്വത ആയി കഴിയുമ്പോൾ പിന്നെ മനുഷ്യരിൽ ചിരികൾ വിടരാൻ തുടങ്ങും അല്ലെ. അസാധ്യം എന്ന് വിചാരിച്ച പലത് സാധ്യമായി തുടങ്ങുമ്പോൾ ഒരുപാട് വിഷമതകൾ അനുഭവിച്ചവരിൽ ഒരു തണുപ്പ് നിറയും, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ തണുപ്പ്. അതോടെ അവർക്ക് അവരോട് തന്നെ ഒരുപാട് സ്നേഹം തോന്നി തുടങ്ങും അല്ലെ. കലങ്ങിപ്പോയ ജീവിതത്തെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തി സമാധാനത്തിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നവരെയും അങ്ങനെ പിന്നെ ചിരിക്കാൻ കഴിയുന്നവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഒരുപാട് അനുഭവിച്ചു കഴിയുമ്പോൾ വേദനകൾ ഏതൊരാളെയും ടോട്ടലി മാറ്റിമറിക്കും. സഹിക്കാൻ പറ്റാത്ത വേദനകളിൽ നിന്ന് ഒരു ദിവസം മുതൽ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് സ്വയം ഇറങ്ങിപ്പോരും. പിന്നെ സന്തോഷങ്ങളുടെ കണക്കെടുക്കും. മനസ്സ് ശാന്തമായി തുടങ്ങുമ്പോൾ അപ്പോഴാണ് മനസ്സിലാവുക എത്ര കാലമായി ഞാനൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ടെന്ന്. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങള്, ധനം, ആരോഗ്യം, മനസ്സിന്റെ ബലം എല്ലാം ഓർത്ത് ആദ്യം വല്ലാത്തൊരു നിശ്ചയാവസ്ഥ തോന്നും. പക്ഷെ പിന്നെ ഇല്ല, എനിക്ക് ഇനിയും സമയമുണ്ട്, എനിക്ക് സന്തോഷിക്കാൻ 1000 കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അന്ന് മുതൽ ഏതൊരാളും വല്ലാത്തൊരു ശാന്തതയിലേക്ക് വരും. പിന്നെ കുറച്ച് ശ്രമങ്ങൾ കൂടെ ആകുമ്പോൾ സമാധാനം, സന്തോഷം, മറന്നുപോയ ചിരി, മനസ്സിന്റെ ബലം എല്ലാം വസന്തം പോലെ പെയ്തിറങ്ങും ആരുടെ ജീവിതത്തിലാണെങ്കിലും. ഹലോ ബിന്ദുകുട്ടി, വീഡിയോ ഞാൻ കുറച്ചു മുമ്പായിട്ട് വീഡിയോ മുക്കാലും കണ്ടു കേട്ടോ. അന്നേരത്തേനും പിന്നെ പിള്ളേര് വിളിച്ചു, പിന്നെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നേ. മോനെ, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു. അപ്പൊ എറണാകുളത്തിന് രാവിലെ പോയി, വെളുപ്പിന് 6 മണിക്ക് പോയി. ഞാനൊരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് വന്നു കഴിഞ്ഞേച്ച് ഞാനൊരു സ്ഥലം കാണാൻ പോയിരിക്കുമായിരുന്നേ. ഞാനത് വിശദീകരിച്ച് പറയാം കേട്ടോ, നാളെ പറയാവേ. അതെ, നിനക്ക് എപ്പോഴും തിരക്കാണല്ലോ, എനിക്കറിയാം കേട്ടോ. എന്നാലും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും ബലവും ഒക്കെ കൊടുക്കണമെന്ന് കേട്ടോ. എന്റെ അനീതിയല്ലേ നീയും. പിന്നെ അശ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അത് വലിയ ദൈവാനുഗ്രഹം എൻ്റെ മോളെ. ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് അല്ലേ. നമ്മൾ മാറി കഴിയുമ്പോൾ അവിടെ ഇവിടെ പാടിക്കൊണ്ട് അയ്യോ അവക്ക് അങ്ങനെ ഇവക്ക് ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചീത്ത കൂട്ടുകാരാണെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? നമ്മളെ മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ് ഉള്ളത് ഈ ലോകത്ത്. നമ്മുടെ കല്യാണങ്ങൾ, പള്ളിയിൽ വെച്ച് കെട്ടുന്ന കല്യാണം നടക്കുന്ന സമയത്ത് പോലും വൈദികർ ആശംസിക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും സഹായിക്കാൻ സന്നദ്ധതയുള്ള നല്ല ഫ്രണ്ട്സിനെ, കൂട്ടുകാരെ ദൈവം ധാരാളമായി നൽകി അനുഗ്രഹിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം നല്ല ഫ്രണ്ട്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ഉള്ളതിനേക്കാളും നല്ലതാണ് നമുക്ക്. നീ പറഞ്ഞ പോലെ ചേച്ചിമാരോടും അനിയത്തിമാരോടും അമ്മയോടും ഒക്കെ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ പറയാൻ ഏറ്റവും നല്ലതൊരു നല്ല കൂട്ടുകാരി തന്നെയാണ്. അതുപോലെ ബിന്ദു, നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു വീഡിയോക്കകത്ത് ഞാൻ കേട്ടു, പെണ്ണുങ്ങളും ആണുങ്ങൾക്ക് സത്യവാദ നമ്മൾ ആണുങ്ങളുമായിട്ട് എതിർലിംഗത്തിൽപ്പെട്ടവരുമായിട്ട് കൂട്ടുകെട്ടുണ്ടായാൽ കാലക്രമേണ അത് അവരുടെ നിറവും ചൊവ്വയും ഇതൊക്കെ മാറും മോളെ, ഉറപ്പായിട്ട് മാറും. മറ്റുള്ളവരുടെ കണ്ണിലും അത് ഇതാകും. അതേസമയം 2 പെണ്ണുങ്ങളാണെങ്കിൽ പ്രശ്നമില്ലല്ലോ, ആത്മാർത്ഥതയുള്ള ഇതാണെങ്കിൽ. എനിക്കും ഇഷ്ടം. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് വീടൊന്നുമില്ല. എൻ്റെ കെട്ടിയനെല്ലാം കള്ളും കുടിച്ചു പെണ്ണും പിടിച്ച് മുഴുവൻ തീർത്തു മോനെ. ഞങ്ങളെ ഒന്നുമില്ലാതെ എനിക്ക് ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പോലും പറ്റിയല്ല. CBSE സിലബസിലാണ് കൊണ്ട് ചേർത്തതും അത് കഴിഞ്ഞ് അവിടുന്ന് മാറ്റാമെന്ന് പറഞ്ഞപ്പം പ്രിൻസിപ്പാൾ, നമുക്കറിയാവുന്ന അച്ഛന്മാരും അവർ അച്ഛന്മാരൊക്കെ പറഞ്ഞ് മാറ്റണ്ട, ഇത് CMI അച്ഛന്മാരുടെ സ്കൂളിൽ അപ്പം മാറ്റണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ പഠിപ്പിച്ചു. പക്ഷേ ഓരോ അച്ഛന്മാരും പ്രിൻസിപ്പാളുമാരും മാറി പോകുമ്പം പുതിയ വരുന്നവരോട് നമ്മൾ ആദ്യം മുതൽ നമ്മുടെ ചരിത്രങ്ങൾ, അവർ ഫീസ് അടയ്ക്കാതെ വരുമ്പോൾ അവർ ചോദിക്കൂല എന്നാന്ന് നിങ്ങൾ മുഴുവൻ വിളമ്പണം. എന്നിട്ട് എല്ലാവരും ഒരുപോലെ മനുഷ്യപ്പറ്റുള്ളവരൊന്നും അല്ല കൊച്ചേ. സ്കൂളിന്റെ വരാന്തയിൽ ഇന്നും എൻ്റെ ചങ്ക് പൊട്ടുന്നത് ഓർക്കുമ്പം ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ മാത്രമേ പഠിച്ചുള്ളൂ.
എന്നിട്ട് ഓരോ ടൈമിലും ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് പിള്ളേരെ എഴുന്നേൽപ്പിച്ച് ക്ലാസ്സിൽ നിർത്തി കഴിയുമ്പോഴത്തേനും ഒരു വീട്ടിൽ വന്ന് പറയുമ്പോഴത്തേനും പിറ്റേ ദിവസം ഞാൻ ചെന്ന് അവരെ പ്രിൻസിപ്പാളിന് സമയം കിട്ടി എന്നെ വിളിക്കുന്നിടം വരെ സ്കൂൾ വരാന്തയിൽ ഞാൻ കാത്തു നിന്ന് ഓർത്തോണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അയാൾ ആ സമയത്തൊക്കെ അയാളുടെ സ്വന്തം സുഖം നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ ഈ പിള്ളേരെ ഞാൻ എടുത്തത്. അത് എന്തെല്ലാം എനിക്ക് തീരാത്ത അനുഭവങ്ങളുണ്ട് ബിന്ദു. പിന്നെ നല്ല പൂക്കളുടെ ഇതും സെലക്ട് ചെയ്തു കേട്ടോ. നല്ലതാണ് മൈക്രോഫൈബർ, എല്ലാവരും മേടിക്കുന്നുണ്ട്. അപ്പൊ ഹണി നമുക്ക് ഇതിൽ പാക്ക് ചെയ്യണം. പിന്നെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ അരിപ്പ, ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചൂടുവെള്ളത്തിൽ കഴുകാപ്പൊടിയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടൊക്കെ പിടിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യാം. അടിപൊളിയാണ്, നല്ല മൈക്രോ ആയിട്ടുള്ള ഹോളാണ്, എല്ലാവരും മേടിക്കുന്നുണ്ട്. തുരുമ്പെടുക്കത്തില്ല, അതാണ് ഇതിന്റെ ഗുണം. വളരെ നൈസായിട്ട് എല്ലാ ചണ്ടിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും. എല്ലാവരും മേടിക്കുന്നുണ്ട്, അത്ര യൂസ്ഫുൾ ആണ്. ഞാനൊരു 2-2.5 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അത്ര നല്ലതാണ് കേട്ടോ. അപ്പൊ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ബ്യൂട്ടി ഓയില്, പിന്നെ നല്ല ഫ്രോക്ക് നൈറ്റി 2 ചുങ്കിടിന്റെ ആണിത്. കോട്ടൺ ആണ്, പ്യൂർ കോട്ടൺ ആണ്, ചുങ്കിടിയാണ്, ഫ്രോക്ക് ടൈപ്പ് ആണ്, അതുകൊണ്ട് അടിപൊളിയാണ്. അപ്പൊ അത് 2 മേടിച്ചിട്ടുണ്ട്. അത് അവർ ആവശ്യപ്പെട്ട് എക്സാക്ട് കളർ തന്നെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, ഒത്തിരി അത് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൊ ഞാൻ നല്ല 2 ഭംഗിയുള്ള കളർ വെച്ചിട്ടുണ്ട്. ഗ്രീൻ റിലേറ്റഡ് അവർ ചോദിച്ചത്, അപ്പൊ 2 ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചുക്ക് കാപ്പി, പിന്നെ ഒരു പാഡഡ് ബ്രാ, അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന മില്ലറ്റ്സ് 2 kg, അത്. പിന്നെ ലിപ്പാമുകള്, പിന്നെ വെറ്റിവർ റൂട്ട് പൗഡർ, 2 ലിപ്പാമും വെറ്റിവർ റൂട്ട് പൗഡർ, ബോഡി മോയ്സ്ചർ, പിന്നെ രക്തശാലി ഫേസ് പാക്ക്, പിന്നെ കറി മഞ്ഞൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ബാഗ് കേട്ടോ, ബ്ലാക്ക് കളർ, നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ നല്ല ക്ലോത്തിന്റെ ആണ്. ഒരു തരം കട്ടിയുള്ള പാന്റിന്റെ ഒക്കെ ക്ലോത്ത് ഇല്ല, അതേപോലത്തെയാണ്, നല്ല സിപ്പും കാര്യങ്ങളും ഒക്കെയാണ്. ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ബാഗ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത്രയും നമുക്ക് നല്ല ഭംഗിയായിട്ടൊന്ന് പാക്ക് ചെയ്യണം. അപ്പൊ ഞാൻ അശ്വിന്റെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അവൻ ഇത് പാക്ക് ചെയ്യും. ഞാൻ അപ്പോഴത്തേക്കും ബാക്കിയുള്ളതെല്ലാം പാക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ വർത്താനം പറയാം. ഇതാണ് കൂട്ടുകാരെ ഒത്തിരി സ്ത്രീകളുടെ അവസ്ഥ. ഇപ്പം എത്ര സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലേഡി ആയിക്കോട്ടെ, എന്തൊക്കെ ഡ്രീംസ് ഉള്ള ഒരു ലേഡി ആയിക്കോട്ടെ, നാർസിസ്റ്റ് ആയിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഒരു ഭർത്താവിന്റെ കയ്യിൽ കിട്ടിയാൽ അവരുടെ ആ സ്വപ്നങ്ങളെ എല്ലാം ചവിട്ടി മെതിച്ച്, അവരുടെ ആരോഗ്യവും ക്ഷയിപ്പിച്ച്, അവരുടെ മെന്റൽ ഹെൽത്ത് നശിപ്പിച്ച്, എന്നുവെച്ചാൽ ഇത്തരം ഹസ്ബൻഡുമാർക്ക് അവരുടെ ഭാര്യമാർ ഒരിക്കലും നന്നാവുന്നതോ അവരുടെ ജീവിതത്തിൽ വിജയിക്കുന്നതോ അല്ലെങ്കിൽ അവര് സ്മാർട്ടായിട്ട് ജീവിക്കുന്നതോ സ്വപ്നം കാണുന്നതോ ഒന്നും ഇത്തരം നാർസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ല. ക്രൂരരായ ഹസ്ബൻഡ് അവരവരുടെ സുഖം, ഏറ്റവും സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ നാർസിസ്റ്റ്, അത്തരം ഒരു ബിഹേവിയർ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകുന്നവർ എന്ന് പറയുന്നത്. അപ്പൊ അത് അവരുടെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറുപ്പത്തിലുണ്ടായ ട്രോമകളോ ബുദ്ധിമുട്ടുകളോ സ്നേഹം കിട്ടാതെ വളർന്നതിന്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മമാരുടെ കെയർ കിട്ടാത്തതുകൊണ്ടോ ഒക്കെ ആവാം. പല സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആകാം. പിന്നെ അല്ലാതെ തന്നെ ഭയങ്കര ക്രൂരരായിട്ട് ജനിക്കുന്നവരുമുണ്ട്, അവരുടെ ജീനേ അങ്ങനെയാണ്. അപ്പൊ ഇത്തരക്കാരുടെ ഇടയ്ക്ക് എത്ര നല്ലവളായ ഒരു സ്ത്രീയെ കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല. അതാണ് പുറമേ നോക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്താ കുഴപ്പം, അവൻ നല്ലവനല്ലേ, അങ്ങനെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും ഇവര്. ഒത്തിരി നല്ലവരാണെന്നും ഒത്തിരി ഗുണഗണങ്ങളുണ്ടെന്നും എല്ലാരെയും സോപ്പടിച്ച് വീഴ്ച സംസാരിച്ച് ഒരു പെരുമാറ്റവും സംസാരവും ഒക്കെ കണ്ട എല്ലാവർക്കും തോന്നും ഇവരൊത്തിരി നല്ലവരാണ്. പക്ഷെ റിയൽ ലൈഫിൽ അവര് വീടിന്റെ ഉള്ളില് ഏതെങ്കിലും ഒരാളെ ആയിരിക്കും അവര് ചൂസ് ചെയ്യുന്നത് ദ്രോഹിക്കാൻ വേണ്ടി, വേദനിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഇത്തരം ക്രൂരരായ ആണുങ്ങൾക്ക്. അപ്പൊ ഇവരെ ഇതുപോലെ ദ്രോഹിച്ച് വേദനിപ്പിച്ച്, ഇപ്പൊ പറയുന്ന കേട്ടോ 2 മക്കളുള്ള ഒരു ഭർത്താവാണ്. പക്ഷെ മക്കളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല, ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യത്തില്ല, ഭാര്യയ്ക്ക് പിന്നെ പൈസ കൊടുക്കത്തില്ല, സംരക്ഷിക്കത്തില്ല. എന്നിട്ട് അയാളുടെ സുഖങ്ങൾ പെണ്ണ് പിടിച്ചിട്ട് സന്തോഷമായിട്ട് ഇതിലേക്ക് നടക്കുന്നു, ജീവിക്കുന്നു, ഉള്ള സ്വത്തെല്ലാം നശിപ്പിച്ചിട്ട്. ഈ പാവം ചേച്ചി മക്കളെ വളർത്താനും അവരുടെ വേദനകൾ കേട്ടോ, ഇപ്പോൾ ഇത്രേ കാലം കഴിഞ്ഞിട്ടും ഈ മെസ്സേജ് ഒക്കെ ചേച്ചി പണ്ട് ഞാൻ പരിചയപ്പെടുന്ന കാലത്ത് എനിക്ക് വിട്ട മെസ്സേജ് ആണ് കേട്ടോ. അപ്പൊ ആ ചേച്ചിയുടെ സംസാരത്തിലുള്ള ആ ഒരു ഇടർച്ചയും വേദനയും വിഷമങ്ങളും ഒക്കെ ആലോചിച്ച് നോക്കി. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചേച്ചിക്ക് അത് മറക്കാനേ പറ്റത്തില്ല. അങ്ങനെയാണ് സ്ത്രീകളെ ഒരു പരിധി കൂടുതൽ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഹൃദയത്തിന് ഏറ്റവും വേദനിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്റെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്, ഞാൻ ഓരോരോ ദിവസങ്ങളായിട്ട് നിങ്ങളോട് അത് ഷെയർ ചെയ്യാം. അങ്ങനെ അപ്പം അതേപോലെയുള്ള കാര്യങ്ങൾ പിന്നെ ആ ചേച്ചി ജീവിതത്തിൽ, അതാ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ ധൈര്യപൂർവ്വം ഇറങ്ങി വന്നിട്ട് ഒറ്റയ്ക്ക് അയാളെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട്
ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒത്തിരി എന്താ പറയാ ഒരു ശാന്തതയും സമാധാനവും അവരുടെ ജീവിതത്തിനൊരു ഒരു അർത്ഥവ്യാപ്തിയും അങ്ങനെയുള്ളവര് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും അവര്. കാരണം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് കരകയറി കഴിയുമ്പോൾ അവർക്ക് മറ്റുള്ളവർ പെട്ടെന്ന് അവർ മനസ്സിലാക്കിയെടുക്കും. അതാണ് എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് വളരെ പെട്ടെന്ന് അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അവർ കൂട്ടുകൂടുന്നവരും ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരോട് മാത്രമേ അവര് കോണ്ടാക്റ്റിൽ നിൽക്കത്തുള്ളൂ. ആ ഒരു രീതിയിലേക്കാവും. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് കൂട്ടിന് കിട്ടുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരും. കാരണം അവർക്ക് ഒരു തരത്തിലുള്ള അസൂയയോ കുശുമ്പോ കുഞ്ഞായ്മ ഒന്നും ഉണ്ടാവത്തില്ല. പ്ലസ് അവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അവര് സ്നേഹിക്കുന്നത് കാരണം സ്നേഹം കിട്ടാതെ പോയവരാണ് അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഒത്തിരി മുറിഞ്ഞു പോയവരാണ് അവരുടെ ഹൃദയം. അതുകൊണ്ട് തന്നെ അവർക്കൊരിറ്റ് സ്നേഹം ഒരാൾ ആത്മാർത്ഥമായിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളവർ അവർ തിരിച്ച് ഒത്തിരി സ്നേഹിക്കും, കെയർ ചെയ്യും. ചേച്ചിയുടെ ഓരോ മെസ്സേജും കണ്ടോ, എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോ സമയം ഉണ്ടാക്കി എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ചേച്ചി വീഡിയോ കാണുന്നു. ആ കൂടെ ചേച്ചി പറയുന്ന അഭിപ്രായങ്ങള് കാര്യങ്ങള് ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. റെഗുലർ ആയിട്ടൊന്നും ഞങ്ങൾ മെസ്സേജ് വിടുവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്കും തിരക്കാണ്, ചേച്ചിക്കും തിരക്കാണ്. ചേച്ചിക്ക് ഒത്തിരി കാര്യങ്ങളുമായിട്ട് ഓടി നടക്കുന്നു, കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഒത്തിരി ധ്യാനം, പ്രാർത്ഥന അങ്ങനെയൊക്കെയാണ് ചേച്ചി ആശ്വാസം കണ്ടെത്തുന്നത്. അപ്പൊ ആ രീതിയിൽ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ ചേച്ചിക്ക് ചെയ്യാണ്ട്. ചേച്ചിന്റെ മക്കളൊക്കെ കൊടുക്കുന്ന പൈസ കൊണ്ട് ചേച്ചിക്ക് വീട് വെക്കുന്നു, മേടിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറെ കാര്യങ്ങളുണ്ട് അവർക്ക്. അപ്പൊ ആ കാര്യങ്ങളായിട്ട് ചേച്ചി ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്. അപ്പൊ എന്നാലും ചേച്ചി സമയം ഉണ്ടാക്കി നമ്മുടെ വീഡിയോസ് കാണാൻ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഒരു 3-5-6 ദിവസമൊക്കെ എന്റെ മെസ്സേജ് ഒന്നും കണ്ടില്ല, അല്ലെങ്കിൽ ചേച്ചി ബിന്ദുവേന്ന് വിളിച്ചിട്ടൊരു മെസ്സേജ് വിടും കേട്ടോ. വിളിച്ച് സംസാരിക്കാറില്ല ഞങ്ങൾ ഒത്തിരി, അങ്ങനെ അതിനുള്ള സമയം രണ്ടുപേർക്കില്ല. എന്നാലും അങ്ങനെ മെസ്സേജ്. പക്ഷെ ചേച്ചിയുടെ മെസ്സേജ് വരുമ്പോൾ എന്തൊരു സന്തോഷം. ഇതേപോലെയുള്ള എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. റെഗുലർ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും മിണ്ടുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇതുപോലെ നമ്മൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മറക്കത്തില്ല. മരണം വരെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. എന്നാ പക്ഷെ എല്ലാ ദിവസവും വിളിച്ചില്ല മിണ്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു പ്രശ്നം, അവർക്കും പ്രശ്നമില്ല നമുക്കും പ്രശ്നമില്ല, പിണങ്ങത്തില്ല, വഴക്ക് കൊടുത്തില്ല. കാരണം അതൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹബന്ധങ്ങളാണ്. അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ, ചേച്ചിക്ക് ഞാൻ സ്വന്തം അനിയത്തിയെ പോലെ, ആ ഒരു രീതിയിലാണ്. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ എന്നിട്ട് ചേച്ചിക്ക് മെസ്സേജ് വിടും കേട്ടോ. അപ്പൊ ആ മെസ്സേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു കുളിർമഴ വീണ പോലെയാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങൾ കൂടിയിട്ടാണെങ്കിലും അങ്ങനെയാണ്. നമുക്ക് എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ അവരെ കുറിച്ച് ഇങ്ങനെ ഓർക്കും, ചിന്തിക്കും. പക്ഷെ പിന്നെ ഫോൺ എടുത്ത് വിളിക്കാൻ വേണ്ടിക്കൊണ്ടിരിക്കാൻ അതിനുള്ള സമയക്കുറവുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പോകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ചേച്ചീന്റെ മെസ്സേജ് ഇങ്ങനെ വരുമ്പോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോ തന്നെ. അപ്പൊ അങ്ങനെയാണ്. ഒത്തിരി അനുഭവിച്ച ഇത്തരത്തില് ജീവിതത്തിൽ ധൈര്യപൂർവ്വം ജീവിതത്തെ ഫേസ് ചെയ്യുന്നവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അവരിൽ നിന്ന്. ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ ദുഃഖങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ അത്തരക്കാരോട് കൂട്ടുകൂടുന്ന ഒത്തിരി പ്രയോജനം. അത് സൈക്കോളജിസ്റ്റുകളും പറയുന്നുണ്ട് ആ ഒരു രീതിയിൽ. ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ എപ്പോഴും അവര് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ പോലെ ട്രോമ അനുഭവിക്കുന്ന ആൾക്കാരുമായിട്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ മിക്ക സൈക്കോളജിസ്റ്റുകളും തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവരിലേക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പൊ അവർക്ക് പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ധൈര്യത്തോടെ ജീവിക്കുന്ന അങ്ങനെ കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും, സ്ത്രീകള്, വാട്സപ്പ് അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അങ്ങനെയുള്ളവര് അതൊക്കെ. പക്ഷെ എല്ലാരും നിങ്ങൾ കണ്ണോട് വിശ്വസിക്കാനും നിൽക്കരുത്. നമ്മൾ ഏറ്റവും സെറ്റ് അവരെ കുറിച്ച് പഠിച്ച് നമുക്ക് ഓക്കെയാണ്, നമ്മൾ ഇനിയും നമ്മളെ വേദനിപ്പിക്കത്തില്ല, ചതിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളവരോട് മാത്രമേ നമ്മൾ കൂട്ടുകൂടാവുള്ളൂ. അപ്പൊ ചേച്ചി പറഞ്ഞ ഒരു വോയിസും കൂടി ഞാൻ കേൾപ്പിക്കാവേ. പലപ്പോഴായിട്ട് ചേച്ചി വിട്ട 1-2 വോയിസുകൾ ഞാൻ ഇങ്ങനെ എടുത്ത് റാൻഡമായിട്ട് നിങ്ങൾ കേൾപ്പിക്കുന്നേ ഉള്ളേ. പിന്നെ ഞാൻ ഇടുന്ന വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചേച്ചി എപ്പോഴും എനിക്ക് ഇങ്ങനെ മെസ്സേജ് ആയിട്ട് വിടും കേട്ടോ. ഒരു വോയിസ് ഞാൻ കേൾപ്പിക്കാം. ആ കൂടെ നമുക്ക് പാക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, ഞാൻ പാക്ക് ചെയ്യാൻ നിങ്ങളത് വോയിസ് കേൾപ്പിക്കാം. ഒരു ബോഡി മോയ്സ്ചർ ഉണ്ട്, പിന്നെ ഗ്രീൻ ടീ മേടിച്ചിട്ടുണ്ട്, പിന്നെ ഇത് ടയർ മാറ്റാണ്. നല്ല അടിപൊളി ടയർ മാറ്റ് എല്ലാവരും മേടിക്കുന്നുണ്ട്. അരികിൽ ഇതുപോലെ ബിൽഡ് ചെയ്തേക്കുന്നതാണ്. നമുക്ക് ഏറ്റവും കയറി വരുന്ന സ്റ്റെപ്പിന്റെ ഒക്കെ എടുത്തിടാൻ പറ്റും. അടിപൊളിയാണ് കൂട്ടുകാരെ. അങ്ങനെ അപ്പം ഈ ഒരു ടയർ മാറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ ഇത് ഗ്രിപ്പുണ്ട് ഇതിന്റെ പുറകില്, അതുകൊണ്ട് തന്നെ തെന്നി പോകുന്നില്ല. അതാണ് എല്ലാവരും പറയുന്നത്. മേടിച്ചു കഴിയുമ്പോൾ എന്നാ നല്ല സാധനമാണ്. അപ്പൊ പിന്നെ കുറേ ഇപ്പം 31 ഒരാൾ ഓർഡർ തന്നിട്ടുണ്ട്. അതെനിക്ക് പാക്ക് ചെയ്യണം. അത് എനിക്ക് സമയം എടുത്താൽ അത് ഒരു ദിവസമായിട്ട് പാക്ക് ചെയ്യേണ്ടി വരും. 31 മാറ്റാണ് ഒരാൾ ഓർഡർ തന്നേക്കുന്നത്. അപ്പൊ അതെനിക്ക് സമയം എടുത്ത് പാക്ക് ചെയ്യണം. ഇതെന്തായാലും ഇത് ഞാൻ പാക്ക് ചെയ്യട്ടെ. അപ്പൊ ആ വോയിസ് ഞാൻ ചേച്ചി എനിക്ക് വിട്ടൊരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് നിന്റെ വർത്താനം കേട്ടിട്ട് ചിരിയും കൂടെ വരുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇത് കൂട്ട് എടി കൊച്ചേ, എനിക്ക് ഞങ്ങള് ആകുന്നതിന് മുമ്പ് മുതല് നമുക്ക് അപ്പൊ അവന്റെ മൂത്ത പെങ്കൊച്ചും ഉണ്ട്, 4 വയസ്സുള്ള അവന്റെ പെങ്കൊച്ചും ഉണ്ട്, 4-5 വയസ്സുള്ള. ഞങ്ങളുണ്ടല്ലോ മോളെ,
ഒരു ദിവസം നോക്കിയപ്പം ഞങ്ങൾ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വലിയ വീടാ, ഒരു പഴയ വലിയ വീടാ, തറവാട് വീട്. അതിന്റെ ഒരു സൈഡിൽ ഈ റബ്ബർ ഷീറ്റ് ഒക്കെ ഉണങ്ങുന്ന പുകപ്പരയുണ്ട്. ആ ചാരത്തിന്റെ അടിയിൽ ഒരു 3 കുഞ്ഞുങ്ങൾ വന്ന് കയറി, എവിടുന്നോ വന്ന് കയറി. എന്നിട്ട് 2 എങ്ങാണ്ടൂടെ ഓടിപ്പോയി. ഒരെണ്ണം ആ ചാരക്കുഴി കയറി. അതിനെ ഈ അനിയത്തിയുടെ മോള് പിടിച്ചെടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ഇതിനെ പൊന്നുപോലെ നമുക്ക് വളർത്തണോ അമ്മേ, അങ്ങനെ അമ്മേ ഇങ്ങനെ അമ്മ എന്നെല്ലാം പറഞ്ഞ് വളർത്താന്നൊക്കെ സമ്മതിച്ച് അങ്ങനെ അത് വളർന്നു വന്നു. ഞങ്ങൾ തൊമ്മിന്ന് പേരിട്ട് അതിന് കേട്ടോ, ബിന്ദു തൊമ്മി. എന്റെ ഈശോയെ, അമ്മയെന്നാണ് എന്നെ വിളിക്കുന്നത്. ശരിക്കും നമ്മളെ കാണുമ്പോൾ പൂച്ചകളും ഇങ്ങനെ മ്യാവ് എന്നൊക്കെ വെക്കുന്നത്. ഇത് അമ്മ എന്ന് വിളിക്കുന്ന പോലെ. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുവേ. അപ്പൊ ഇവനിങ്ങനെ ഈ വർത്താനം പറയുന്നത് പോലെ പറയൂന്ന് കേട്ട് വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ഒത്തിരി പെണ്ണുങ്ങളൊക്കെ വരും അവിടെ അടുത്തടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം. അപ്പൊ ഒരു 3-4 പേര് വന്നിട്ട് കൂടെ ഒരു കുഞ്ഞു ചെറുക്കൻ കൊച്ചുണ്ട്. എന്നോട് ചോദിച്ചു, ചേച്ചി നിങ്ങളുടെ വീട്ടിലെ പൂച്ച വർത്താനം പറയൂന്നാണല്ലോ എല്ലാരും പറയുന്നത്, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നാണല്ലോ, അതിനെ ഒന്ന് വിളിക്കാവോ ചേച്ചി എന്നോട് ചോദിച്ചു. അപ്പൊ നമുക്ക് അടുക്കള വശത്ത് വലിയ പഴയ വീടല്ലേ, അതിന് വലിയ പണിക്കാരും കൊയ്ത്തുമതി പണിക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന വലിയൊരു വരാന്തയുണ്ട്. ഈ അരപ്രൈസ് ഒക്കെ കിട്ടിയ ഒരു വരാന്ത. ഞാൻ അവിടെ ഒരു കസേരയിൽ ഇരിക്കുവായിരുന്നു. അപ്പോഴായി കൊച്ചു വന്ന് എന്നോട് ചോദിക്കുന്നത്, എവിടെയാ കിണറും? ആ സൈഡിലെ കിണറും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ തൊമ്മി പുറത്തൊരു കുളിമുറിയുണ്ട്. ഈ കിണറിന്റെ സൈഡിലായിട്ട് ഒരു കുളിമുറിയുണ്ട്. ആ കുളിമുറിയുടെ പൊക്കത്തിൽ കയറിയിരുന്നു. ഇവനെ എലിയേനെയോ ഒരു സാധനത്തിനെയും തിന്നുകല, പക്ഷെ എല്ലാത്തിനെയും പിടിച്ച് കഴുത്ത് കണ്ടിച്ച് അവിടെ ഇടും. എന്നിട്ട് എന്നെ വന്ന് അമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ നൈറ്റിയെ പിടിച്ചു വലിച്ച് ഇവനിത് കൊണ്ടുപോയി നമ്മളെ കാണിക്കണം. ഈ വിറകുവരക്കകത്തും തൊഴുത്തിന്റെ പുറകുവശത്തും കുളിമുറിക്കകത്തും ഒക്കെ കൊന്നിട്ടിട്ട് വലിച്ചോണ്ട് പോയി നമ്മളെ ഇത് കാണിച്ചു തരും. അതാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളെടുത്ത് കളഞ്ഞോളാം, ഇവൻ തിന്നുകല. എന്നിട്ട് ഒരു ദിവസം അപ്പൊ ഇവൻ ഇങ്ങനെ അവിടെ അവിടെ വിറകുവരയൊക്കെ കൂടെ കൂടി, അപ്പം ചകിരിയും തൊണ്ടും എല്ലാം ഇട്ടിട്ടുണ്ട്, ചിരട്ടയൊക്കെ. അതിനകത്തൂടെ എലി ഇഷ്ടം പോലെ കയറി നടക്കും. ഇവൻ എന്നിട്ട് അവിടെ എലിയെ നോക്കിയിരിക്കുവാണ്, വാലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് പുറത്തോട്ട് തിരിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ അവിടെ ഇരുന്നോണ്ട് വിളിച്ചു, തൊമ്മി ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നേത്, നിന്നെ കാണാൻ ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ പൊന്നു ബിന്ദു, ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. ഇവൻ അങ്ങോട്ട് ഇറങ്ങി വന്ന് മുഖമൊക്കെ വലിയ ഗൗരവത്തിൽ പിടിച്ച്, എന്തിനാ എന്നെ കാണിക്കാൻ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന മട്ടില് ഇറങ്ങി വന്നേച്ചു. ബിന്ദു അവരുടെ മുന്നേ പോയി ആ അരപ്രൈസ് പോലെയുള്ള ആ സ്ഥലത്ത് പോയി ഒരു 2-3 മിനിറ്റ് അങ്ങ് ഇരുന്നു. അപ്പോഴത്തേനും അവരെല്ലാം കൂടെ, എന്റെ ഈശ്വരാ, എന്റെ ഈശോയെ, എന്റെ മാതാവേ, ഇത് അത്ഭുതമാണല്ലോ ചേച്ചി, അങ്ങനെയാന്നെല്ലാം പറഞ്ഞ് എല്ലാവരും കൂടെ ഭയങ്കര വെച്ച ഒരു 2-3 മിനിറ്റ് ഇരുന്നു. അവർ കണ്ടു കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് അവന്റെ പാട്ടിന് പോയി. ബിന്ദു അങ്ങനെ 100 കൂട്ടം അനുഭവങ്ങളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഇവൻ പമ്മി വന്ന് എന്റെ മടിയിലേക്ക്, നല്ല വെളുത്തു കൊഴുത്തായിരിക്കുന്നതേ, ഈ സ്വർണ്ണ ഗോൾഡ്, നമ്മുടെ മിലോക്കൊട്ടിന് വെള്ളയല്ലേ, മറ്റേ ഗോൾഡൻ കളറാ ഇവന്. എന്നിട്ട് ഇങ്ങനെ പമ്മി വന്ന് മടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ഞാൻ തൊമ്മി എന്ന് വിളിക്കും. അതെന്തിനാന്നറിയാവോ? നഖം കൊള്ളിക്കാതിരിക്കാനാ വിളിക്കുന്നത്. അപ്പോഴത്തേനും എന്റെ ബിന്ദു ഈ നഖം അങ്ങ് ചുരുട്ടി ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് പയ്യെ കയറി എന്റെ മടിയിൽ അവിടെ ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങും. അല്ലെങ്കിൽ ചുമ്മാ എന്റെ വിരളയിലും കാലിലും ഒക്കെ തോണ്ടിക്കോട്ട് അവിടെ ഇരിക്കുവേ. എന്നെ എന്ത് ഇഷ്ടമായിരുന്നു എന്റെ തൊമ്മിക്ക്, പിള്ളേരെ എന്നെ എല്ലാം. അയ്യോ, അവനെ കൊന്നു കളഞ്ഞു ആരാണ്ട്. എന്നിട്ട് അവനൊരു അടുത്ത വീട്ടിലെ അമ്മച്ചിക്ക് പോലും, ഞങ്ങളുടെ ഹൗസ് ഓണർക്ക് പോലും അമ്മച്ചിക്ക് ഒരു പൂച്ചേനെയും ഒന്നിനും ഇഷ്ടമില്ലാത്ത, പക്ഷെ ഇവനെ ഇഷ്ടം എന്നാന്ന് പറയട്ടെ. ഒരു ദിവസം അമ്മച്ചി അവരുടെ അടുക്കളയിൽ നിന്നപ്പോ ഇവൻ അതിലേക്ക് കയറി ചെന്ന് അമ്മച്ചിയുടെ സാരി തുമ്പെ പിടിച്ചു വലിച്ചു മുറ്റത്ത് ഇറക്കി. എന്നാ തൊമ്മിയും ചോദിച്ചോണ്ട് അമ്മച്ചി വരുവാ. ചെന്നപ്പോ ഇവൻ വലിച്ചോണ്ട് മതിലിന്റെ സൈഡിലേക്ക് ചെന്നപ്പോ അവിടെ ഒരു വലിയ പാമ്പ് കിടക്കുക. ബിന്ദു അതിനെ കാണിക്കാൻ ഈ തൊമ്മി കൊണ്ടുവന്നതാ. അമ്മച്ചിയെ അന്ന് മുതൽ അമ്മച്ചി എന്റെ തൊമ്മി നിന്നെ എന്നും പറഞ്ഞോണ്ട് അമ്മച്ചി അവനെ ഉപദ്രവിക്കുകയില്ല, ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷെ വേറെ ആരാണ്ടോ അവൻ ഇടയ്ക്കൊരു ബന്ധം കൂടാനൊക്കെ പോയി. അതിൽ 2-3 പിള്ളേരൊക്കെ ഉണ്ടായി. ബിന്ദു അവരെയും കൂട്ടിക്കൊണ്ട് ഒരു ദിവസം വീട്ടിൽ വന്നു. അപ്പൊ എന്റെ ഈ പിള്ളേര് ഭയങ്കര തമാശക്കാരാ. അപ്പം 2 പിള്ളേരെയും കെട്ടിയോളെയും കൂട്ടി ഒരു ദിവസവും വരുവാ കേട്ടോ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എടാ നീ ഇതിന്റെ ഇടയ്ക്ക് ഈ പണിയൊക്കെ ഒപ്പിച്ചോന്നൊക്കെ ചോദിച്ച് ഞങ്ങള് തമാശയൊക്കെ പറഞ്ഞ് തിരിച്ചിരുന്ന് കഴിഞ്ഞാൽ ചോറ് കൊടുത്തു. ഒരു ഇച്ചിരി വലിയ പാത്രത്തിലേക്ക് 3 മക്കളും കെട്ടിയോളും വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചോറും ഇച്ചിരി ചിക്കനും ഒക്കെ ഇട്ട് ഇളക്കി ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഈ തൊമ്മി മാറിയിരിക്കുക, കെട്ടിയോക്കും മക്കൾക്കും തിന്നാൻ കൊടുത്തിട്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞടാ നീ കൂടെ കഴിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് തലയിട്ടപ്പോ ആ കെട്ടിയോൾ ഇവന്റെ ചേട്ടത്തെ ഒരൊറ്റ അടി. ബിന്ദു പിന്നെ അപ്പോഴത്തേനും ഞങ്ങള് അമ്പടി കൊള്ളാവിനോട് നീയാ എന്നാലും 4 വഴിക്ക് ഓടി. ഉടനെ ബീച്ചിലെ കാറിലെ കണ്ട ഇപ്പം കുഞ്ഞുങ്ങളും തള്ളയും കൂടെ തൊമ്മിയോട് ചോദിക്കും, ഇതാണോ അപ്പന്റെ വീട്ടുകാർ നല്ല സ്നേഹമുള്ളവരാ, വലിയ കരുണയുള്ളവരാ, നല്ല ആൾക്കാരെ എന്റെ വീട്ടുകാരെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് വന്നിട്ട് എന്ന് മക്കള് ഭാര്യയും ചോദിച്ചു കാണും എന്നൊക്കെ പറഞ്ഞ് പറയുകയും എന്തെല്ലാം ചെയ്ത. ദൈവമേ മതി. എന്നിട്ട് ഈ തൊമ്മിയോടെ ഒക്കെ പോയെന്ന് തോന്നി, ഇനി നീ പോരാ കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛനെ കഴിഞ്ഞപ്പോ മുതൽ ഇവൻ അവിടെ വന്നു. ബിന്ദു കേട്ടാ അതിശയം തോന്നില്ലേ? എന്റെ ഈശോയെ, അങ്ങനെയായിരുന്നു ബിന്ദു, അങ്ങനെയായിരുന്നു. എങ്കിലും കേട്ടാ അത് ഏതെങ്കിലും ജനലിൽ കൂടെ വന്ന് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെയാ മൃഗങ്ങളെ. എനിക്ക് അങ്ങനെ ഒത്തിരി കഥ എന്റെ തൊമ്മിയുടെ കാര്യവും ഒക്കെ പറയാനുണ്ട്. പക്ഷെ ഇനി ഞാൻ ഒരിക്കലും വളർത്തുകയല്ല. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 36ന്റെ പാഡഡ് ബ്രാ ആണ് കേട്ടോ. അത് ഞാൻ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കിലോ കോഫി ക്യൂബ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഔഷധ കാപ്പിയാണേ. അപ്പൊ ഇത് നമുക്ക് പാക്ക് ചെയ്യാം. നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 4 ബ്രായാണ് കേട്ടോ. അത് 38ന്റെ 2 പാഡഡും 2 റൗണ്ട് ഫിഗറിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ 4 ബ്രാ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ 4 എടുത്തിട്ടുണ്ട്.
ഇതേപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ നിൽക്കാൻ ബ്രസ്റ്റ് ഹാങ് ആയവർക്കും അല്ലാത്തവർക്കും ഒക്കെ നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ പാഡ് വെച്ച ബ്രായും 2 ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിത് 4 കൂടി ഒന്ന് പാക്ക് ചെയ്യാം. ആദ്യത്തെ ട്രിപ്പ് ഞാൻ കൊണ്ടുവന്നതെല്ലാം പിന്നെ ഒരു 100-150 എണ്ണം ഞാൻ കൊണ്ടുവന്നതെല്ലാം ഇപ്പം നിയർ ടു ഫിനിഷ് ആയിട്ടോ അതെല്ലാം ഒരു മേടിച്ചു. ഇനിയിപ്പോൾ രണ്ടാമത് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബുധൻ വ്യാഴം ഒക്കെ ആയിട്ട് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് കിട്ടും, സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പൊ അതങ്ങനെ എല്ലാവരും മേടിക്കുന്നുണ്ട്. കാരണം ഇത് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ്. പിന്നെ ആ പാൻറ്റീസ് ആണെങ്കിലും അതെ കേട്ടോ, വയറ് നന്നായിട്ട് ഒതുങ്ങി കിട്ടും. ഞാൻ ഔട്ട് സൈഡ് പോകുമ്പോൾ ഇടാറുണ്ട്. വീട്ടിൽ നടക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, ഓക്കെ. പക്ഷെ ഔട്ട് സൈഡ് പോകുമ്പോൾ നല്ല സപ്പോർട്ട് കിട്ടും, വയറ് കുറച്ചും കൂടി ഒതുങ്ങിയ പോലെ തോന്നും. അങ്ങനെയാണ്. അപ്പൊ ഇത് 4 കൂടി നമുക്കൊന്ന് നന്നായിട്ട് പാക്ക് ചെയ്യാം. പിന്നെ കുറെ പേര് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചേച്ചി ഇന്ന് എക്സസൈസ് ഇടാവോ ബ്രസ്റ്റ് ഒക്കെ ഷേപ്പ് ആവാന് അല്ലെങ്കിൽ വണ്ണം കുറയാനുള്ള ബോഡി ഷേപ്പിനുള്ളതെന്ന്. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് എന്തായാലും അടുത്ത് തന്നെ ഞാൻ ഇടാം കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു തിരക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്കത് അങ്ങനത്തെ വീഡിയോസ് ഓൾറെഡി ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എക്സസൈസിന്റെ. ഓക്കെ, എന്നാലും സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ഇതായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അങ്ങനത്തെ ഞാൻ ഇടാം കേട്ടോ. പിന്നെ കുറെ പേര് ഉലുവാക്കഞ്ഞീന്റെ റെസിപ്പി അത് ഞാൻ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടാൻ പറ്റിയില്ല. അത് നമ്മളൊരു 1/2 ഗ്ലാസ് പച്ചരി എടുക്കുക. അതിലേക്ക് പിന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ല 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഉലുവ എടുക്കാം. ഉലുവയാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, പിന്നെ പച്ചമുളക്, ഒരു 4 പച്ചമുളകും കീറിയിടുക. ഇത്രയും സാധനം ഇടുക. അരയ്ക്കൊന്നും വേണ്ട, കീറി തന്നെ ഇടുക. എന്നിട്ട് ഉലുവയും ജീരകവും ഇട്ടിട്ടുണ്ട്, പെരിഞ്ചീരകം അല്ല ജീരകം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കുക. ഒരു 6-7 വിസില് അടുപ്പിക്കുക. അത്ര നന്നായിട്ട് കഞ്ഞി വേവുക. പച്ചരിയാണ് പെട്ടെന്ന് വേവും. ഓക്കെ, നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് അങ്ങനെ വെന്തു. അത് കഴിഞ്ഞിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് തേങ്ങാപ്പാല്, ഒരു കാൽ തേങ്ങയുടെ തേങ്ങാപ്പാല് അല്ലെങ്കിൽ 1/2 മുറി വരെയാണെങ്കിലും ഓക്കെ, 1/4 മുറി മതി. അത് തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ഉപ്പ് ആ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് ഒഴിക്കണം. എന്നാ രുചിയാണെന്നറിയോ? അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അതിലെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇഞ്ചി, ജീരകം, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഉലുവ, ഇതൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വണ്ണം കുറയാനും പിന്നെ ഹെൽത്ത് കൂടാനും, ബോഡി ഇൻഫ്ലമേഷൻ ഒക്കെ കുറയാനും ഹെൽത്ത് കൂടാനും ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വയറിലെ ഫാറ്റ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഉലുവക്കഞ്ഞി എന്ന് പറയുന്നത്. പിന്നെ ശരീരത്തിന് നല്ല ബലവും കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് പിന്നെ രാത്രിയൊക്കെ കഞ്ഞിയായിട്ട് കുടിക്കുക. വേറെ ഒരു കറി ഒന്നും വേണ്ട അതിന്. അത് തന്നെ ടേസ്റ്റ് ആണ്, ഭയങ്കര ടേസ്റ്റ് ആണ്. തണുപ്പ് കാലത്ത് പിന്നെ പറയുകയും വേണ്ട, അങ്ങനെ രുചിയാണ്. വളരെ പെട്ടെന്ന് നമ്മള് കുളിയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് കുളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ അരി ഇട്ടിട്ട് പോയാൽ മതി. നന്നായിട്ട് വെന്തിരുന്നോളും. 3-4-5-6 വിസിലടിച്ചിട്ട് പിന്നെ വന്നിട്ട് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഇത്ര സംഗതി അരിഞ്ഞിടുക. ഭയങ്കര എളുപ്പമല്ലേ? അതാണ് നമ്മുടെ ഉലുവക്കഞ്ഞി. ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. പിന്നെ അതിന്റെ ടേസ്റ്റ് ഒക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും, പ്രായമുള്ളവർക്കും നമുക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതാണ് നമ്മുടെ ഉലുവക്കഞ്ഞി രഹസ്യം. അടുത്തത് ഒരു വലിയ ഓർഡറാണ്. അത് ഒത്തിരി ചെടികളാണ്. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ചെടികളാണെന്ന്. ഇതാ സ്നോ വൈറ്റ് അതുണ്ട്. പിന്നെ ഇതാ അടുത്തത് റംഗൂൺ ക്രീപ്പർ, അത് പാക്ക് ചെയ്തിട്ടുണ്ട്. അശ്വിനി ഇതെല്ലാം എനിക്ക് പാക്ക് ചെയ്ത് വന്നേ. പിന്നെ 2 കമേലിയ പ്ലാന്റ് ഉണ്ട്, അത് 2 കൂടെ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഇതാ ബ്ലീഡിംഗ് ഹാർട്ടും ഉണ്ട്. അപ്പൊ ഇത്രയും ചെടികൾ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കൂടെ നമ്മുടെ കിച്ചൺ സിങ്ക് ക്ലീനർ, പിന്നെ ഇതാ ഷാംപൂ, പിന്നെ ഒരു പ്ലെയിൻ ലിപ് ബാം, പിന്നെ ഇതാ നമ്മുടെ ഹെയർ ഓയില്, പിന്നെ നമ്മുടെ രക്തശാലി ഫേസ് പാക്കും, പിന്നെ 2 ഹാങ്ങറും. ഹാങ്ങർ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, 10 എണ്ണം നമുക്ക് ഇതുപോലെ തൂക്കിയിടാം. സ്റ്റീലിന്റെ ആണ്. പിന്നെ ഇത് സെക്യൂർ ആക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു കൊളുത്തും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ എവിടെയെല്ലോ അഴയിലോ മരത്തിലോ എവിടെയെങ്കിലും കൊളുത്തിട്ടാലോ അതവിടെ ചാടി പോകത്തില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഒരു കൊളുത്തുണ്ട്. അപ്പൊ ആ കൊളുത്തും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്, സെക്യൂർ ആയിട്ട് കിടക്കും. പിന്നെ നല്ല ബലമുണ്ട്, എത്ര വേണേലും ഭാരം താങ്ങും. അപ്പൊ ഇത്രയാണ് സാധനം ഇവരാവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനലി നമുക്ക് പാക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് 2 കൂടി ഞാൻ ഇനി ഒന്ന് പാക്ക് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പൊ ഇത് എനിക്ക് കൊടുത്തു വിട്ടിട്ട് പിന്നെ നിങ്ങളോട് വർത്താനൊക്കെ പറയാലോ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 ബ്യൂട്ടി ഓയില്, അതുപോലെ തന്നെ 2 ബോഡി മോയ്സ്ചർ, പിന്നെ ഒരു പിങ്ക് ലിപ്പാമാണ് കേട്ടോ. അപ്പൊ അതൊന്ന് പാക്ക് ചെയ്യട്ടെ. ഇതിപ്പോ 2 എണ്ണമൊക്കെ മേടിച്ചു വെച്ചെന്ന് ഓർത്ത് ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. നല്ല എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ബ്യൂട്ടി ഓയിലും അങ്ങനെ തന്നെ. പിന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് എനിറ്റിമാർക്ക് അങ്ങനെയൊക്കെ മേടിക്കണമെങ്കിൽ ഒറ്റ കൊറിയർ ചാർജിൽ പോയിക്കോളും. അപ്പം ബെറ്റർ ഇങ്ങനെ പിന്നെ ഇതുപോലെ ഒന്നിച്ച് 1-2 സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ.
അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ. എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇത്രയും വലിയ ചെടിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. അത്രയും വലിയ ചെടിയാണ്, അതുകൊണ്ട് എന്തായാലും പിടിച്ചു കിട്ടും. അത്ര നല്ലതാണ്. പിന്നെ ഇത് കിച്ചൺ ടവല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 10-20 പ്രാവശ്യം ഒരു 2 ലെന്ത് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടവും തുടയ്ക്കാം, ക്ലീൻ ആക്കാം, വാഷ് ചെയ്ത് ഉണങ്ങി കിട്ടും, വീണ്ടും യൂസ് ചെയ്യാം അങ്ങനെ. പിന്നെ ഇത് കണ്ടോ, നല്ല നെറ്റിന്റെ നല്ല സ്റ്റോൺ ബാംഗിൾസ് ആണ്. അടിപൊളിയാണ്, കൂട്ടുകാർ അടിപൊളിയാണ്. ഏത് ഡ്രസ്സിന്റെ കൂടെ, സാരിന്റെ കൂടെ ആണെങ്കിലും അല്ലാത്ത ഡ്രസ്സിന്റെ കൂടെ ഒക്കെ മാച്ചായി പോകുന്നതാണ്. അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത് മേടിച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോ ഒരു കവറിലേക്ക് ആക്കാം. ഒത്തിരി ഓർണമെന്റ്സ് നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. നെക്ലേസുകളും മാലകളും ഒക്കെ കമ്മലുകളും ഒക്കെ ആയിട്ട് ഒത്തിരി ഓർണമെന്റ്സ് നമ്മുടെ അടുത്തുണ്ട്. എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ അതങ്ങനെ. പിന്നെ ഓറഞ്ച് പെക്കോട്ടി എന്നും പറഞ്ഞിട്ട് നമുക്ക് ബ്ലാക്ക് ടീക്ക് പകരം നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. അടിപൊളിയാണ് ആ രീതിക്ക്. പിന്നെ കസ്തൂരി മഞ്ഞൾ. പിന്നെ നമ്മുടെ ഗരം മസാല ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. മീൻ ഒഴിച്ച് ബാക്കി എല്ലാ കറികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പോർക്കിനാണെങ്കിലും പോത്തിനാണെങ്കിലും കോഴിക്കാണെങ്കിലും ഒക്കെ, മുട്ടക്കറിക്കും ഒക്കെ. പിന്നെ പച്ചക്കറിക്ക് ചിലപ്പോൾ നമ്മൾ ഗരം മസാല ഇട്ടിട്ട് കുറച്ച് അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെക്കത്തില്ല അങ്ങനെ. പിന്നെ തോരൻ വെക്കുന്നതിലൊക്കെ ഇപ്പൊ പിന്നെ പൊട്ടാറ്റോ ഒക്കെ തോരൻ വെക്കുന്നതിലൊക്കെ ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എന്തിലും ഇടാം. അത്രയും നന്നായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണേ. എല്ലാം ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കണേ. അപ്പൊ ഇത്രയും സാധനം നമുക്കൊന്ന് പാക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അശ്വകൊച്ചിന്റെ അടുത്ത് ഞാൻ എല്ലാം കൊടുത്തു വിട്ടു. ബെന്നിച്ചെന്നെ വിളിച്ചു. ഒരു ഓട്ടോയ്ക്കാണ് പോയേക്കുന്നത്. അപ്പൊ DTDC കൊറിയർ കൊടുക്കാനുള്ള അങ്ങോട്ടേക്ക് കൊടുക്കും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോകാനുള്ളത് അശ്വകൊച്ചി കൊണ്ടുപോയി എല്ലാം അയച്ചോളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെയുണ്ട്. ഇനിയിപ്പം അത്യാവശ്യം സമയമായിട്ടുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കോട് ഞാൻ അശ്വ കുറച്ചു നേരം പാക്ക് ചെയ്യാൻ കൂടി ഇപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് ചിക്കനൊക്കെ വറുത്ത് വെച്ചു. ഒരു പപ്പായ ഉണ്ട് നമ്മുടെ തോട്ടത്തിൽ, കുറേ പപ്പായ നിൽപ്പുണ്ട്. അപ്പൊ പപ്പായ പറിച്ചുകൊണ്ട് വന്ന് പെട്ടെന്ന് അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചു. അങ്ങനെയൊക്കെ. പിന്നെ അത്യാവശ്യ ജോലികളൊക്കെ ഞാൻ അതിന്റെ ഇടയ്ക്ക് അവിടെ ചെയ്ത് പെറ്റ്സിനൊക്കെ ഒന്നുകൂടെ ഫുഡ് കൊടുത്തു. അങ്ങനെയൊക്കെ. ഇനിയിപ്പോ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഭക്ഷണം കഴിക്കും. അപ്പൊ ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമ്മൾ അശ്വകൊച്ചി അപ്പോഴത്തേക്കും വരും പോസ്റ്റ് ഓഫീസിൽ നിന്ന്. പിന്നെ നമ്മൾ നേരെ കാറും എടുത്തിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകും. സിനിമയ്ക്ക് പോയിട്ട് പിന്നെ സിനിമയൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഡിന്നറും കഴിച്ചിട്ടാണ് തിരിച്ചു പോരത്തുള്ളൂ. പിന്നെ ഇനി നാളെ ഞാൻ കൊറിയർ അയക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഒത്തിരി മെസ്സേജ് റിപ്ലൈ കൊടുക്കാനുണ്ട്. പിന്നെ അതെല്ലാം ഓർഡർ എടുക്കണം. പിന്നെ എന്റെ സ്ലിപ്പ്, പിന്നെ നാളെ പാക്കിങ്, അത് ബുദ്ധിമുട്ടാവും. അപ്പൊ നാളെ എന്റെ ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് വീട് ക്ലീൻ ചെയ്യുക, മിറ്റവും വീടും അവിടെ ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു ഡീപ്പ് ക്ലീനിങ് ഡേ ആയിട്ട് നാളെ ഞാൻ കണക്കാക്കിയത്. കുറച്ച് സ്ഥലത്തൊക്കെ പെയിന്റ് ഒക്കെ പോയതുണ്ട്. അപ്പൊ പെയിന്റ് ഒക്കെ അടിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ നാളെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെടികളൊക്കെ നടാനുണ്ട്. അങ്ങനെയൊക്കെ. അപ്പൊ നാളെ റെസ്റ്റിംഗ് ഡേ എന്ന് വെച്ചാൽ കൊറിയറിന് റെസ്റ്റിംഗ് ഡേ. പക്ഷെ എനിക്ക് ഒത്തിരി ജോലികളുണ്ട്. അപ്പൊ പറ്റി ഞാൻ ഷൂട്ട് ചെയ്യാം കുറെ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ്. ഇനിയിപ്പോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് അവൻ ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ടാ പോയേക്കുന്നത്. ഞാനിപ്പോ ഇനി പെട്ടെന്ന് ചിക്കനും കൂട്ടി. അപ്പൊ ഞാൻ ഇച്ചിരി ചിക്കൻ കറിയൊക്കെ കൂട്ടി. ചിക്കൻ കറിയുണ്ട്, ചിക്കൻ വറുത്തതുണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അച്ഛൻ വന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ പോകും. സിനിമ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരും. അപ്പൊ അതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിട്ടുള്ളൂ. ലൈക്ക് വേണം, ഷെയർ വേണം. ഫോൺ നമ്പർ ഇതാണ് നമ്മുടെ. വാട്സപ്പിലേക്ക് വരും. ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ട്. ഞാനിപ്പോ പാക്ക് ചെയ്യുന്നതിൽ പകുതിയും കാണിക്കുന്നില്ല. വീഡിയോ ഒത്തിരി ലെന്ത് ആവുന്നതുകൊണ്ട് ചില പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ കാണിക്കാറുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അവിടുത്തെ മഞ്ഞൾ റൂമിൽ നിന്ന് തന്നെ പാക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ചാക്കിലേക്ക് ആക്കും. കുറെ വെള്ളച്ചാക്കുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആക്കിയിട്ട് നമ്മൾ മാറ്റി വരാന്തയിലേക്ക് എടുത്തു വെക്കും. അങ്ങനെയാണ്. അങ്ങനെ നമുക്കൊരു 100 പ്രൊഡക്റ്റ് വരെ ഇപ്പൊ എല്ലാ ദിവസവും കൊടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അതിൽ കൂടുതൽ എടുക്കത്തില്ല. അങ്ങനെയാണ്. ഇനിയിപ്പോ നമുക്ക് നാളെ അങ്ങനെ കൊടുക്കാനുണ്ട്. ഒത്തിരി ഓർഡർ പെൻഡിങ് കിടപ്പുണ്ട്. അതെല്ലാം നോക്കണം, എടുക്കണം, അങ്ങനെ കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളെല്ലാം നോക്കി മേടിച്ചോളൂ. വാട്സപ്പിലേക്ക് വന്നോളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. അപ്പൊ ശരി, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.